ശ്രീമദ് ഭാഗവതം ക്ലാസ് 297 നമ്മൾ 11ാമത്തെ സ്കന്ധത്തിലെ 5ാമത്തെ അധ്യായമായിട്ട് ഭക്തിരഹിത ജനവും പൂജാവിധിയും എന്ന വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത് ഇതിലൂടെ. അപ്പം നമ്മൾ ഭാഗവതത്തിലെ കാര്യമാണ്, എന്താണ് അവിടെ പറയുന്നതെന്ന് നോക്കാം. ഒന്നില് നിമി രാജാവ് പിന്നെ വേറൊരു ചോദ്യം ചോദിക്കുകയാണ്. ആ പരമാത്മാവിനെ ഭജിക്കാത്തവരും, അതായത് ഭൗതികവാദികൾ, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിഗ്രഹിക്കാത്തവരും, ഇതിൽ വിശ്വാസികളെല്ലാം പെടുമെന്ന് മനസ്സിലാക്കണം. വിശ്വാസികൾ എന്ന് പറഞ്ഞത് കൊണ്ടായില്ല, ആത്മീയവാദികൾ എന്ന് പറഞ്ഞുകൊണ്ടായില്ല. പരമാത്മാവിനെ ഭജിക്കാത്തവരും, അവർ ഭജിക്കുന്നത് പരമാത്മാവിനെ ഒന്നുമല്ല. സാധാരണ ഇന്നുള്ള എല്ലാവരും ഭജിക്കുന്നത് മറ്റുള്ള ദേവതകളെയാണ്. അപ്പം പരമാത്മാവിനെ ഭജിക്കാത്തവരും, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിഗ്രഹിക്കണം. ഇന്ദ്രിയങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കരുത്. കാണുന്നീ കേൾക്കുന്നൊന്നും വെച്ചൊന്നും പ്രവർത്തിക്കരുത്. എപ്പോഴും പരമാത്മാവിൽ മനസ്സ്. അതാണ് വിശ്വാസി, ആത്മീയവാദിയെല്ലാം ആകേണ്ടത്. ആശാപാശങ്ങൾ അടങ്ങാത്തവരും, ആശയും പാശവും വെച്ചിട്ട് തന്നെയാണ് നമ്മൾ നടക്കുന്നത്. വിശ്വാസി എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ പൂജിക്കാനായിട്ട് നടക്കുകയാണ്. എങ്ങനെ പൂജ നടക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. എന്തിന്? നമ്മളെ കാര്യം നേടാൻ വേണ്ടിയിട്ട്. ഇതൊന്നും ആത്മീയതയല്ല. വിശ്വാസി ആത്മീയവാദികളൊന്നുമല്ല. അവരൊന്നും ഇതൊന്നും സ്വീകരിക്കുന്നില്ല. ഭക്തിരഹിത ജനം എന്നാണ് പറയുന്നത് ഹെഡിങ്. ഇതൊന്നും ഭക്തിയല്ല, ഭക്തിരഹിത ജനമാണ്. അവർക്കവരുടെ കാര്യം സാധിപ്പിച്ചു തരുമെന്നാണ്. ഭഗവാനെ കൊണ്ട് കാര്യം സാധിപ്പിക്കാനാണ് നോക്കുന്നത്. രാജാവിൻ്റെ അടുത്ത് പോയി ചോദിക്കില്ല, എൻ്റെ ഈശ്വരൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുക. ഈശ്വരൻ രാജാക്കന്മാരെ സൃഷ്ടിച്ച് പ്രതിഷ്ഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ജനങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പാക്കി കൊടുക്കാനാണ്. ചെയ്യുന്നില്ലെങ്കിൽ ആ രാജാക്കന്മാരെ വധിക്കും. അത്രയും ഈശ്വരന്മാർ ചെയ്യുന്നുള്ളൂ, ആ വിഷ്ണു ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഈശ്വരൻ്റെ അടുത്ത് പോയി ചോദിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയല്ല. അപ്പം ആശാപാശങ്ങൾ അടങ്ങാത്തവരും ആയ അവർ നേടേണ്ടതെന്ത്? അവരെന്താണ് യഥാർത്ഥത്തിൽ നേടേണ്ടത്? അപ്പോൾ ചമസ് എന്ന ആ സിദ്ധനാണ് ഇപ്പോൾ പറയുന്നത്. വിരാട പുരുഷന്റെ മുഖം, കൈകൾ, തൊടകൾ, കാലുകൾ എന്നിവയിൽ നിന്ന്, മുഖത്തിൽ നിന്നാണ് ബ്രഹ്മചര്യം. മുഖം എന്ന് പറഞ്ഞാൽ തല, ബുദ്ധി, ഇതെല്ലാം അത് ബ്രഹ്മചര്യമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ വിദ്യ പഠിക്കുന്ന. അപ്പം പഠിപ്പെല്ലാം ജ്ഞാനസമ്പാദനമെല്ലാം തലയായിട്ടാണ്. കൈകൾ എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം. വീട് പഠിച്ചു കഴിഞ്ഞാൽ കൈകൾ ഉപയോഗിച്ചിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നു, അത് ഗൃഹസ്ഥാശ്രമം. തൊടകളെല്ലാം വാനപ്രസ്ഥമാണ്, കാലുകൾ സന്യാസമാണ്. ഇവയോടും സത്വരജോ തമഗുണങ്ങളോടും കൂടെ ഈ പ്രപഞ്ചമുണ്ടായിരിക്കുന്നത് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, അതായത് സത്വരജോ തമോ ഗുണങ്ങളിലൂടെയാണ്. ഇതിനെപ്പറ്റിയെല്ലാം പണ്ട് പറഞ്ഞതാണ് എന്താണെന്ന്. അപ്പം അതിലേക്കൊന്നും അധികം കടക്കണ്ട. 4 വർണ്ണങ്ങൾ ഉത്ഭവിച്ചു. 4 വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ, ബുദ്ധിയുള്ള ജനങ്ങൾ, അതായത് ശാസ്ത്രജ്ഞന്മാർ, ക്ഷത്രിയർ, ലോകത്തെ നയിക്കുന്ന സേന രാജാക്കന്മാരെല്ലാം അവരെയാണ് ക്ഷത്രിയർ, നയിക്കുന്നവർ. വൈശ്യരെന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ ഭൂരിപക്ഷം ജനങ്ങൾ. പിന്നെ ശൂദ്രരെന്ന് പറഞ്ഞാൽ സേവനം ചെയ്യാൻ താല്പര്യം. പ്രൊഡക്ഷൻ ആൻഡ് സർവീസ്, പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് എന്നാണ്. പ്രൊഡക്ഷൻ, ഉൽപ്പാദനം, അത് വൈശ്യരാണ്. സർവീസ് എന്ന് പറഞ്ഞാൽ ശൂദ്രനാണ്. ആ നിരത്തിലാണ്. ഇന്ന് ഏറ്റവും അധികം വരുമാനം ഉണ്ടാക്കുന്നത് സർവീസിലൂടെയാണ്. പ്രൊഡക്റ്റ് ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. സർവീസിലാണ് ലോകം നിൽക്കുന്നത്. അത് തന്നെ സർവീസിൻ്റെ, സേവനത്തിൻ്റെ മാഹാത്മ്യം എടുത്തു കാണിക്കുകയാണ്. 3, ഇവരിൽ ഏവർ തങ്ങളുടെ ഉൽപ്പത്തിക്ക് കാരണഭൂതവും
തങ്ങളുടെ ദേഹാദികളിൽ അന്തരാമിയായി ഇരിക്കുന്നവരും, അതായത് നമ്മളെ സൃഷ്ടിച്ച ആ ശക്തി വിശേഷം, അതാണ് ഈശ്വരൻ. തങ്ങളുടെ ദേഹാദികൾ അന്തർലീനമായി നമ്മുടെ ശരീരത്തിൽ തന്നെ ഉള്ളിൽ കിടക്കുന്ന ആ ശക്തിയെ സേവിക്കുന്നില്ലയോ, അവരെയാണ് സേവിക്കേണ്ടത്. നമ്മളെ സൃഷ്ടിച്ച ആ ശക്തി എവിടെ തന്നെയുണ്ട്, നമ്മളുടെ ഉള്ളിൽ തന്നെയുണ്ട്, വെളിയിലൊന്നും അന്വേഷിക്കണ്ട. അപമാനിക്കാത്തവനും അവൻ സ്ഥാനഭ്രഷ്ടരായി അധപ്പതിക്കുന്നു. അപമാനിക്കുന്നവനും ആ ശക്തിയെ അപമാനിക്കാത്തവരല്ല, ആ ശക്തിയെ അപമാനിക്കുന്നവരും. അപ്പം ആര് സൃഷ്ടിക്ക് പിന്നിലുള്ള ശക്തിയെ, നമ്മളിൽ തന്നെ കുടികൊള്ളുന്ന ശക്തിയെ സ്നേഹിക്കാതെ അദ്ദേഹത്തെ അപമാനിക്കുന്നവർ അവർ സ്ഥാനഭ്രഷ്ടരായി പോകും. അവർ അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് തെറിച്ചു പോകും. ഇനി 4, ഭഗവാന്റെ ഗുണഗണങ്ങൾ, അതായത് ആ ശക്തിവിശേഷത്തിൻ്റെ പ്രാധാന്യം, ശ്രവണം, കീർത്തി എന്നിവ ചെയ്യാത്തവരും, കേൾക്കുക മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവരും, അങ്ങനെ ഒരു ശക്തിവിശേഷം ഉണ്ടെന്ന് മനസ്സിലാക്കാത്തവരും, കീർത്തിക്കപ്പെടാൻ അതിനെ അംഗീകരിക്കാത്തവരും, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാദ്യ ജാതിക്കാരും, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യരിൽപ്പെട്ട ആരായാലും വേണ്ടിയില്ല, അങ്ങനെയൊരു ശക്തിയെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ ശക്തിയുടെ കഴിവിനെപ്പറ്റി മനസ്സിലാക്കാതിരിക്കുക. ഇതെല്ലാം ചെയ്യുന്ന ബ്രാഹ്മണരായാലും ക്ഷത്രിയരായാലും വൈശ്യരായാലും വേദം അഭ്യസിക്കാൻ അർഹതയില്ലാത്ത ചില സ്ത്രീകൾക്ക് വേദം അഭ്യസിക്കാൻ അർഹതയില്ല. കാരണം അവർ ശുദ്ധമായ ബൗദ്ധിക സുഖത്തിൻ്റെ പിന്നാലെ ഓടുന്ന, വികാരത്തിന് അടിമയായിട്ട് നടക്കുന്ന ചില സ്ത്രീകളുണ്ട്. അവരടുത്ത് വേദം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവരും ഭഗവത്ഭക്തന്മാരായ രാജാക്കന്മാരെ ഭയന്ന് പാത്രീഭൂതനാകും. അവരെല്ലാം രാജാക്കന്മാരെ ഭയന്നുകൊണ്ട് ജീവിക്കേണ്ടി വരും. ഏത് ഭഗവത്ഭക്തരായ നല്ല രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കുന്നു, രാഷ്ട്രത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന രാജാക്കന്മാരെ ഭയക്കേണ്ടതായി വരും. അതായത് ബ്രാഹ്മണരായാലും ക്ഷത്രിയരായാലും വൈശ്യരായാലും ലോകത്തെ പരിപാലിക്കാൻ വേണ്ടി നിൽക്കുന്ന രാജാക്കന്മാർ, അവരുടെ പക്ഷത്താണ് ഭഗവത്ഭക്തരായ ഭക്തർ. എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഉദ്ദേശം എന്താണ്? എല്ലാവരെയും തുല്യമായി കണ്ടുകൊണ്ടിട്ട് ഭരിക്കുന്ന ആ രാജാക്കന്മാരുടെ കീഴിൽ ഭയന്നുകൊണ്ട് കഴിയേണ്ടി വരും. ആര്? ഇത്തരം ആൾക്കാർ. എത്തരം ആൾക്കാർ? ഭഗവാന്റെ ഗുണഗണങ്ങൾ കേൾക്കുകയും ഒരു ശക്തിവിശേഷമുണ്ട്, ആ ശക്തിവിശേഷമാണ് നമ്മളെ നയിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ എല്ലാം ഞാനാണ് എന്ന അഹങ്കാരത്താൽ സുഖഭോഗത്തിന് വേണ്ടി നടക്കുന്നവർ ഇത്തരം ഭരണാധികാരികളെ പേടിച്ച് കഴിയേണ്ടി വരും. അതായത് ശരിയായ രാജാക്കന്മാർ വരുമ്പോൾ ഇത്തരം ആൾക്കാരെ നിയന്ത്രിക്കും. 5, ബ്രാഹ്മണരും ഉപനയനം കഴിച്ചവരും. ഉപനയനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം, പൂണൂൽ ധരിച്ചിട്ട് വിദ്യ അഭ്യസിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവർ. അതാരാണ്? ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യരാണ് വേദം പഠിക്കാൻ അർഹരായിട്ടുള്ളവർ. വേദോക്ത കർമ്മങ്ങൾ ചെയ്യുവാൻ അർഹരായതുമായവർ. ആർക്കും ഇന്നാക്കുക എന്നൊന്നുമില്ല. ആർക്കാണോ വേദം പഠിക്കാൻ താല്പര്യമാണല്ലോ പ്രധാനം. അങ്ങനെ അർഹരായതുകൊണ്ട് ശ്രീഹരിയുടെ ചരണങ്ങളെ പ്രാപിക്കാൻ അധികാരമുള്ളവരാണ്. അങ്ങനെ ജ്ഞാനത്തിലൂടെ വേണം ശ്രീഹരിയുടെ ചരണങ്ങളെ പ്രാപിക്കാൻ അധികാരമുള്ളവരായിത്തീരുന്നത്. ജ്ഞാനത്തിലൂടെ വേണം ആ ശക്തിയെ മനസ്സിലാക്കാൻ.
എന്നിട്ട് ആ ശക്തി എന്തിനാണോ ലോകത്തെ സൃഷ്ടിച്ചത് അതിനുവേണ്ടി കർമ്മം ചെയ്യുക. അത് വേദം വിവരിച്ചു തരുന്നുണ്ട്. നമ്മളെല്ലാം അതിൻ്റെ അടിമകളായിട്ടാണ് ജീവിക്കുന്നത്. അത് നമ്മളെ സൃഷ്ടിച്ചത് അതിനു വേണ്ട കാര്യങ്ങൾ സാധിക്കാനാണ്, നല്ലൊരു ലോകം ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ആ സത്യം, പഠിക്കുന്നവർക്ക് ആ സത്യം മനസ്സിലാക്കാൻ അർഹരാണ്. എങ്കിലും വേദോക്തമായ അർത്ഥവാദങ്ങളെ പരമാർത്ഥമായി വിചാരിച്ച് അതിൻ്റെ അടിസ്ഥാന തത്വം അറിയാതെ മോഹിച്ചു പോകുന്നുണ്ട് ഇത്തരം ആൾക്കാർ. ബ്രാഹ്മണരാകട്ടെ, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യരാകട്ടെ, വേദം പഠിച്ചാലും അതിലുള്ള വേദോക്ത അർത്ഥവാദങ്ങളെ അതായത് വേദത്തിൽ എന്തുണ്ട്? 99% സയൻസ് എല്ലാം തന്നെയാണ്, ബൗദ്ധിക സുഖങ്ങൾ നേടാനുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ആ അർത്ഥവാദങ്ങളെ പരമാർത്ഥമായി വിചാരിച്ച്, വേദം എന്ന് പറഞ്ഞാൽ സയൻസ് മാത്രമാണ്, ഭൗതിക സയൻസ് മാത്രമാണ്, ഭൗതിക സുഖങ്ങൾ നേടാനുള്ള കാര്യമാണ് വേദത്തിലുള്ളത് എന്ന് ധരിച്ച് പ്രവർത്തിക്കുന്നവർ, തനിക്ക് വേണ്ടി മാത്രമായിട്ട് അവയെല്ലാം നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നവർ, വേദങ്ങളെ തന്നെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാതെ പണമുണ്ടാക്കാനും സുഖിക്കാനും വേണ്ടി ഉപയോഗിക്കുന്നവർ. ഇപ്പം വേദമന്ത്രങ്ങൾ തന്നെ വീട്ടിൽ ചൊല്ലിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ കുറേ ഇതാ 10 വേദമന്ത്രങ്ങൾ ഉള്ള CD ഉണ്ട്, ഇത്ര രൂപയാണ് വില, വീട്ടിൽ ദിവസവും ചൊല്ലിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തെല്ലോ കിട്ടുമെന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് CD കച്ചവടമാണ്. ആ CD ഇറക്കുന്നവർക്ക് പോലും ആ വേദമന്ത്രങ്ങളുടെ അർത്ഥം എന്താണെന്ന് അറിയില്ല. ഭാഗവതം നമ്മൾ ഇതുവരെ കേട്ടപ്പോൾ പലയിടത്തുനിന്നും കേട്ടിട്ടുണ്ടാവും. അത് ഈശ്വരനെ ധ്യാനിക്കുക, അപ്പോൾ നമ്മളെ കുടുംബത്തിൽ സൗഭാഗ്യം ഐശ്വര്യം എല്ലാം വരുന്നതാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? എല്ലാം ഉപേക്ഷിച്ചിട്ട് പോവുക. അതാണ് യഥാർത്ഥമായ ജ്ഞാനം. എല്ലാം ആ ശക്തിയാണ് ജയിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ കർമ്മം അതിനായി ചെയ്തു കൊടുക്കുക. എല്ലാ ഭാര്യ മക്കൾ എന്ന നിലയിലൊന്നും ചെയ്യരുത്. അതല്ലേ എന്നെ ഇവിടെ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഇതൊന്നാണോ നമ്മൾ ഭാഗവത പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിരിക്കുന്നവർ? അവരുടെ ലക്ഷ്യം എന്താണ്? പഠിപ്പിക്കുന്നവരുടെ ലക്ഷ്യം എന്താണ്? കുടുംബജീവിതം സുഖമായിട്ട് നല്ല കുട്ടികൾ. പക്ഷേ വേദം തന്നെ പറയുന്നു ഈ കുടുംബജീവിതം എന്ന് പറയുന്നത് ദുരിതവും നരകവുമാണ്, അതൊരിക്കലും സുഖമാകാൻ പോകുന്നില്ല എന്നാണ്. കുടുംബജീവിതത്തിൽ നിന്ന് ഒരു സുഖവും കിട്ടില്ല. അത് അനാവശ്യമായ ബന്ധനങ്ങളാണ്. അതിലൂടെയാണ് കഷ്ടപ്പാടും ദുരിതവും ഉണ്ടാകുന്നതെന്നാണ് ഭാഗവതത്തിൻ്റെ അടിസ്ഥാന തത്വം. അത് മനസ്സിലാക്കാതെ വേദോക്ത അർത്ഥവാദങ്ങളെ പണത്തിന് മാത്രം, പണം സുഖത്തിന് വേണ്ടി അങ്ങനെ വിചാരിച്ച് അതിൻ്റെ അടിസ്ഥാന തത്വം അറിയാതെ മോഹിച്ചു പോകുന്നുണ്ട്. ആര്? വേദം പഠിക്കാൻ അർഹരായ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും. അതിനെ മോഹത്തിലകപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഇത്ര CD-കളെല്ലാം ഇറക്കുന്നത്. അപ്പോൾ എന്തെല്ലാമോ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളിങ്ങനെ ജീവിക്കണം, രാവിലെ ഇന്ന കാര്യമേ ചെയ്യാവൂ, വൈകുന്നേരം തുണിയൊന്നും അലക്കാൻ പാടില്ല, തുണി അലക്കി കഴിഞ്ഞാൽ എന്തെല്ലാം അശുഭങ്ങളുണ്ടാകും, ഇങ്ങനെ എന്തെല്ലോ കർമ്മങ്ങൾ. കാരണം വൈകുന്നേരം സാധാരണ അധ്വാനിക്കേണ്ട സമയം രാവിലെ തന്നെയാണ്. എന്നാൽ രാവിലെ സമയമില്ലാത്തവർക്ക് വൈകുന്നേരം തന്നെ ചെയ്തല്ലേ പറ്റൂ. അല്ലാതെ ചെയ്യാതെ രാവിലെ ചെയ്ത് കൊടുക്കുക, എന്നാൽ പിന്നെ കൊടുക്കുക തിരുമ്പാതെ തുണി കൊണ്ടിട്ട് നാളെയും നടക്കാമെന്നെല്ലാം വെക്കുന്നത് അർത്ഥമുള്ളതാണ്. അപ്പം ഇങ്ങനെ എന്തെല്ലോ ചിന്തകളായിട്ട് പ്രചരിപ്പിച്ച് നടക്കുകയാണ്. എന്താണ് ഇതിനെക്കൊണ്ട് നേടാൻ പോകുന്നത്? ഒന്നുമില്ല. യഥാർത്ഥത്തിൽ വേണ്ടത് ഇതെല്ലാം മിഥ്യയാണ്. ഈ പറയുന്നതെല്ലാം മായയിൽ അകപ്പെട്ടിട്ടുള്ള എന്തെല്ലോ തോന്നലുകളാണ്. യഥാർത്ഥ സത്യം എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ബ്രഹ്മത്തിനായി ജീവിക്കുക. നമ്മൾ ചെയ്യുന്നതെല്ലാം ബ്രഹ്മത്തിന് വേണ്ടി, അതിനു വേണ്ടി ചെയ്തു കൊടുക്കുക.
ആ അർത്ഥത്തിൽ മുന്നോട്ടേക്ക് പോവുക. 6. അജ്ഞന്മാരും പണ്ഡിതാഭിമാനികളും ഗർവിഷ്ഠരും സംസാര ബന്ധമുക്തരായി കർമ്മം ചെയ്യാൻ അറിയാത്തവരും. അപ്പം അജ്ഞര് അധികവരും അജ്ഞര് തന്നെയാണ്. വേദത്തെ പറ്റി ഒരാൾക്ക് ഒരിക്കലും അറിയില്ല. പണ്ഡിതാഭിമാനികൾ, പക്ഷെ നടത്തെല്ലാം ബ്രഹ്മവാദികൾ അല്ലെങ്കിൽ ബ്രഹ്മശ്രീ എന്നെല്ലാം പറഞ്ഞിട്ടാണ് നടക്കുക. ഗർവിഷ്ഠർ ഭയങ്കര ഗർവമാണ്. ആ വരുത്തെല്ലാം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഗർവേ ഉള്ളൂ. സംസാര ബന്ധമുക്തരായി കർമ്മം ചെയ്യുവാൻ അറിയാത്തവർ. ബന്ധങ്ങൾ നോക്കിയിട്ട് കർമ്മം ചെയ്യാൻ അറിയാത്തവർ. ബന്ധം, ഞാൻ എൻ്റേത്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മക്കൾക്ക് എന്ന അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഒഴിവാക്കി കർമ്മം ചെയ്യണം. ആർക്ക് വേണ്ടിയിട്ട് ചെയ്യണം? ആ സ്ത്രീക്ക് വേണ്ടി ചെയ്യണം. അതറിയാത്തവരും ആ വേദവാക്യങ്ങളാൽ ആകൃഷ്ടരായി പ്രിയമുള്ള വാക്യങ്ങളെ പറയുന്നു. ആ വേദവാക്യങ്ങൾ, വേദത്തിലുള്ള ചില കാര്യങ്ങളെല്ലാം എടുത്തിട്ട് പ്രിയമുള്ള വാക്യങ്ങളായി പറയുന്നു. ജനത്തെ മോഹിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലോ പറഞ്ഞു നടക്കുന്നുണ്ട്. പറയുന്നതെല്ലാം വേദത്തിൻ്റെ ശരിയായ അർത്ഥത്തിലാണ് എന്ന നിലയിലാണ് പറഞ്ഞു നടക്കുന്നത്. വേദം പറയുന്നത് ഇതൊന്നുമല്ല. വേദവാക്യങ്ങളൊന്നും ഭാഗവത വാക്യങ്ങളൊന്നും ഇതല്ല പറയുന്നത്. പിന്നെയും പിന്നെയും ഭാഗവതം അവസാനിപ്പിക്കാൻ പോകുമ്പോൾ കുറച്ചും കൂടിയും വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ്. ഭാഗവതം പറയുന്നത് ഇതൊന്നുമല്ല. ഇതെല്ലാം ജനങ്ങളെ പ്രിയമുള്ള വാക്യങ്ങളായിട്ട് നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. 7. രജോ ഗുണം കൊണ്ട് നാനാവിധ വിഷയസുഖങ്ങൾ അനുഭവിക്കുവാൻ ആഗ്രഹിച്ച് ഹിംസാത്മക സ്വഭാവം, സർപ്പങ്ങൾക്ക് തുല്യമായ കോപത്തോടെയും അവരെ ചതിക്കുവാൻ വേണ്ടി ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. രജോ ഗുണം കൊണ്ട്, രജോ ഗുണം എന്ന് പറഞ്ഞാൽ നല്ല കർമ്മങ്ങൾ ചെയ്യാനുള്ള ഉത്സാഹം, അതാണ് രജോ ഗുണം. മനുഷ്യന് രജോ ഗുണം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രജോ ഗുണം വേണം. രജോ ഗുണം ഉണ്ടെങ്കിലേ ലോകം മുന്നോട്ടേക്ക് പോയുള്ളൂ. പുതിയ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ. എന്തെങ്കിലും ഒരു ബലം പ്രയോഗിക്കാതെ നമ്മൾ ഇറങ്ങിത്തിരിക്കാതെ ഒരു കാര്യം നാട് മുന്നോട്ടേക്ക് പോകില്ല. അപ്പോൾ ആ രജോ ഗുണം വേണം. അപ്പോൾ രജോ ഗുണം കൊണ്ട് നാനാവിധ വിഷയസുഖങ്ങൾ അനുഭവിക്കുവാൻ ആഗ്രഹിച്ചു. അപ്പം കർമ്മം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കർമ്മം ചെയ്യുന്നതാണ് രജോ ഗുണം. എന്തിനു വേണ്ടിയാണ്? നാനാവിധ വിവിധ സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട്, സുഖിക്കാൻ വേണ്ടിയിട്ട് കർമ്മം ചെയ്യുക. പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് സുഖിച്ച് കളയാമത്തിന് വേണ്ടി കർമ്മം ചെയ്യുക. ഹിംസാത്മക സ്വഭാവമാണ്. അന്യരെ ദ്രോഹിച്ചുകൊണ്ട്, സർപ്പങ്ങൾക്ക് തുല്യമായ കോപത്തോടെയും, സർപ്പത്തിന് കോപമുണ്ട് എന്നാണ് പറയുന്നത്, പകവെക്കുന്നാണ് പറയുന്നത്. അതുപോലെയുള്ള കോപം, മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക, ഇതാണ് ലക്ഷ്യം. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ അന്യനെന്ന് തോന്നുന്നവർ, അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ആരായാലും രാവിലെ എണീക്കുമ്പോൾ മറ്റവൻ്റെ വിരടിക്ക് എന്ത് കയറാനുള്ള ചിന്തയുമായിട്ടാണ് നടക്കുക. അന്യരെ ചതിക്കുവാൻ വേണ്ടി ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. അന്യരെ ചതിക്കാനുള്ള ധർമ്മങ്ങളാണ് അനുഷ്ഠിക്കുന്നത്. ദുരഹങ്കാരികളായ പാപജനങ്ങൾ ഭഗവത് ഭക്തരെ പരിഹസിക്കും. എന്നിട്ട് യഥാർത്ഥ ഭഗവത് ഭക്തരെ പരിഹസിക്കുകയും ചെയ്യും. ഇനി 8. സ്ത്രീ സംഭോഗം പ്രധാനമായി കാണുന്ന കുടുംബങ്ങളിൽ, കുടുംബം എന്ന് പറഞ്ഞാൽ സ്ത്രീ സംഭോഗമാണ് എന്ന നിലയിൽ കാണുന്ന കുടുംബങ്ങളിൽ സ്ത്രീ സ്തുതി പാടുന്ന അവർ സ്ത്രീസ്തുതി പാടിക്കൊണ്ടാണ് ഇരിക്കുക. സ്ത്രീകളെ സ്തുതിച്ചുകൊണ്ട് പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് പിന്നാലെ നടക്കും. എന്താണ് പറയുന്നതെന്നൊന്ന് ചിന്തിച്ചു. ഭാഗവതം പറയുന്നത് ഇതിന്നെല്ലാം വിട്ടുമാറാനാണ്. ഇത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട തന്നെയാണ്. പക്ഷേ അതെല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുക.
ആകെ ആശയക്കുഴപ്പമാണ്. ശ്രീസ്തുതി പാടുന്നവർ പരസ്പരം ആശീർവാദം നടത്തുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആശീർവദിക്കും. രാവിലെ എണീറ്റിട്ട് സ്ത്രീയും പുരുഷനും അങ്ങോട്ട് ആശീർവദിച്ച് അങ്ങനെ നടക്കുകയാണ്. ഭക്ഷണം, അന്ന ഉൽപാദനം എന്നിവയിൽ താല്പര്യം ദക്ഷിണ, അന്ന ഉൽപാദനം എന്നിവയിൽ താല്പര്യമില്ലാതെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലൊന്നും താല്പര്യമില്ല. അന്നമുൽപാദനം, പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല. ഇങ്ങനെ വെറും കാമാർത്ഥമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആണും പെണ്ണുമായിട്ട് നടക്കുക. വീട്ടിലൊന്നും ഉണ്ടാക്കുകയില്ല, എവിടെയെങ്കിലും പോയി തിന്നുക. വേറെ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല, അധ്വാനിക്കാനും പോവില്ല, വീട്ടിൽ തന്നെ ചടഞ്ഞു കൂടി ഇങ്ങനെ കുറേ പണം ഉണ്ടാവുമായിരിക്കാം, പിന്നെ എന്തിനാ അധ്വാനിക്കുന്ന, ഇങ്ങനെ നടക്കുന്ന. അപ്പം അന്നം ഉൽപ്പാദിപ്പിക്കുന്നതിൽ താല്പര്യമില്ലാതെ, അന്നം ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തിന്നാൻ പോലും വെക്കൂല എന്ന് വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ അന്നം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ പ്രൊഡക്റ്റാണ്, ഉൽപ്പന്നം. കർമ്മത്തിൽ പങ്കെടുത്ത് പുതിയ ഉൽപ്പന്നങ്ങൾ, അതായത് കർമ്മം ചെയ്യാതെ യാഗമനുഷ്ഠിക്കുന്നു. എന്നിട്ട് എന്തെല്ലോ യാഗമനുഷ്ഠിക്കുകയാണ്. എന്താണ് യാഗം? സൊള്ളി നടക്കുക. ഹിംസാദോഷം അറിയാത്തവരും ഭക്ഷണത്തിനായി പശുക്കളെ കൊല്ലുന്നു. അവർക്ക് ഹിംസാദോഷങ്ങളൊന്നും അറിയില്ല. ഭക്ഷണത്തിനായി പശുക്കളെ കൊല്ലുന്നു. പശുക്കളെ കൊന്നിട്ട് നല്ലവണ്ണം ഭക്ഷണം കഴിക്കുന്നത്. അവർക്ക് തിന്നുന്നതിലാണ് താല്പര്യം. സുഖിച്ച് നടക്കുക, എവിടെയെങ്കിലും കയറിയിട്ട് കുഴിമന്തിയോ ഇതെല്ലാം അടിച്ച് തിന്നങ്ങനെ പൂസായി നടക്കുക. ധനസമ്പത്ത് 9 ഐശ്വര്യം, നല്ല കാലജനനം. അപ്പം ചിലവർക്ക് നല്ല ധനസമ്പത്ത് ജനിക്കുമ്പോൾ തന്നെ നല്ല ധനത്തോടു കൂടി ജനിക്കും, ഐശ്വര്യത്തോടു കൂടി ജനിക്കും. നല്ല കാലജനനം, ജാതകം കൊള്ളാം, നല്ല കാലത്താണ് ജനിച്ചിരിക്കുന്നത്. വേദവിദ്യ നേടുക, വേദമെല്ലാം പഠിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ത്യാഗമനോഭാവം, സൗന്ദര്യം, ശരീരബലം, യാഗാദി കർമ്മം എന്നിവയാൽ ഉണ്ടായ ഗർവം മൂലം. ത്യാഗമനോഭാവം, ത്യാഗമെല്ലാം ചെയ്യും, സൗന്ദര്യമുണ്ട്, ആൾ കാണുമ്പോൾ കൊള്ളാം, ശരീരബലമുണ്ട്, നല്ല തടി ഉഷാറിലുണ്ട്, യാഗാദി കർമ്മങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എന്നിവയാൽ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ കൂടെ എന്തും കൂടിയും ഞാനെന്തല്ലോ ആണ് എന്നുള്ളൊരു ഗർവം തലക്ക് പിടിക്കും. ഇതെല്ലാം ഉണ്ടാകും. കുറേ പണം ഉണ്ടാകുമ്പോൾ തന്നെ ഗർവം വരും, ഐശ്വര്യം വരുമ്പം ഗർവം വരും. നല്ല സമയത്താണ് ജനനം ഉണ്ടെങ്കിൽ അവർക്ക് നല്ല ഗർവമായിരിക്കും. അധിക പക്ഷവും ഈ യുക്തിവാദികൾ നല്ല കാലത്ത് ജനിച്ചവരാണ്. അവർക്ക് വീട്ടിൽ സുഭിക്ഷമാണ്. അപ്പം യുക്തി ചിന്തയെല്ലാം വരും, ഞാൻ തന്നെയാണ് എല്ലാം എന്നുള്ള തോന്നലുണ്ടാകും. പക്ഷേ കഷ്ടപ്പെടുന്നവനാണ് ഈശ്വരൻ അറിയാതെ വിളിച്ചു പോകുന്നത്. യുക്തിവാദിയും ഭയങ്കര വിശ്വാസിയായിരിക്കും, പക്ഷെ വെള്ളത്തിൽ വീഴുമ്പോൾ പിടിക്കാനൊന്നും കിട്ടില്ല, ദൈവമേ എന്ന് അവിടെ കിടന്ന് വിളിച്ചും പോകും. കാരണം കഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ വേറെ ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നും കയറി കിട്ടുമോ നോക്കിയിട്ട് ദൈവത്തെ വിളിക്കുന്നത്. ആരോ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ദൈവം അവിടെ കിടക്കുന്നുണ്ട്, എന്നാൽ ഒരു വിളിച്ചേക്കാം. ഇങ്ങനെയാണ് കഷ്ടപ്പാടുണ്ടാകുമ്പോഴാണ് ഈശ്വര ചിന്ത വരുന്നത്. അത് യുക്തിവാദിയായാലും വരും. ഒരു വെള്ളത്തിൽ വീഴുമ്പോൾ തന്നാലെ വിളിച്ചു പോകും, ആരെങ്കിലും ഉണ്ടോ രക്ഷിക്കാൻ? ആരാ ഉള്ളത്? ഈശ്വരൻ. ഈശ്വരനല്ലാതെ പറയാറുള്ളൂ. നല്ല വെള്ളത്തിലൊന്നും നല്ലോണം ഇരിക്കുമ്പോഴും ഞാൻ തന്നെ അല്ല എന്നുള്ള ഭാവമായിരിക്കും. അതുകൊണ്ട് നല്ല സമയത്ത് എല്ലാം പഠിച്ചെല്ലാം ഉണ്ട്, വേദമെല്ലാം പഠിച്ചിട്ടുണ്ട്, എല്ലാം കഴിച്ചിട്ട് ആ ഗർഭം മൂലം ബുദ്ധിഹീനരാകുന്ന ദുഷ്ടന്മാർ അവരെന്താകുന്നു? അവരുടെ ബുദ്ധി നശിക്കുന്നു, അവർ ദുഷ്ടന്മാരായിത്തീരുന്നു. ഇപ്പം എല്ലാ ഐശ്വര്യവും നേടുമ്പോൾ അവർ ഗർഭിഷ്ഠരായി മാറുന്നു, അവർ ബുദ്ധി നശിക്കുന്നു, ദുഷ്ടന്മാരായി മാറുന്നു. സാധുജനങ്ങളെ ഈശ്വരനോടുകൂടി അപമാനിക്കുന്നു. അപ്പോൾ സാധുജനങ്ങളെ, പാവങ്ങളെ ഈശ്വരനോടുകൂടി അപമാനിക്കുന്നു. കാരണം ഈശ്വരൻ ജനിച്ചിരിക്കുന്നത്
വേദം പറഞ്ഞിരിക്കുന്നത് സാധുക്കൾക്ക് വേണ്ടിയാണ്. സാധുക്കളെ രക്ഷിച്ചിട്ട് ദുർഭരണാധികാരികളെ കൊന്നിട്ട് സാധുക്കൾക്ക് ഐശ്വര്യം നൽകാൻ വേണ്ടി സാധുക്കളുടെ കൂടെയാണ് ഈശ്വരൻ ജനിച്ചിരിക്കുന്നത്. അതാണ് കാരാഗൃഹത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞത്. എന്തിനു വേണ്ടി? ഏറ്റവും പീഡിപ്പിക്കപ്പെട്ട ഇടയിലാണ് ഈശ്വരൻ ജനിക്കുന്നത്. അതുകൊണ്ട് സാധുക്കളെ എതിർക്കുക എന്ന് പറഞ്ഞാൽ സാധുക്കളിൽ ഈശ്വരനെ കാണാൻ പറ്റുന്നില്ല. അവിടെ ഈശ്വരനെയാണ് അപമാനിക്കുന്നത്. സാധുക്കളെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈശ്വരനോടുള്ള അപമാനമാണ്. ഇതെല്ലാം ഭാഗവതത്തിലെ എവിടെയെങ്കിലും ആരോടൊന്ന് പറയുന്നുണ്ടോ? ഇനി 10 ബന്ധനരഹിതരായിരിക്കുന്നവരും സമസ്ത പുരുഷ സ്വരൂപനും വേദം പരാമർശിക്കുന്നതുമായ ബന്ധനരഹിതനായിരിക്കുന്നവനും ഈശ്വരന് ഒരാളുമായിട്ടൊരു ബന്ധനവുമില്ല. എൻ്റെ ആളാണെന്നുള്ള ചിന്തയൊന്നും ഈശ്വരനില്ല. കാരണം എല്ലാം അത് തന്നെയാണ്. പിന്നെ എൻ്റേതെന്തിനാ പറയുന്നത്? എല്ലാം അത് തന്നെയാണ്. എന്നാൽ ചില മതങ്ങളെല്ലാം മതങ്ങൾ പറയുന്നതാണ് എൻ്റെ ദൈവം നിൻ്റെ ദൈവം, എൻ്റെ ദൈവം നിൻ്റെ ദൈവമൊന്നുമില്ല. എല്ലാ ദൈവവും ഒന്നാണ്, എല്ലാം ഒന്നാണെന്നാണ് ഭാഗവതം പറയുന്നത്. സനാതന ധർമ്മം അതാണ്. അപ്പോൾ രഹിതനായിരിക്കുന്നവൻ അവൻ ആരുമായിട്ടൊരു ബന്ധവുമില്ല. സമസ്ത പുരുഷ സ്വരൂപനും, കാരണം അതുതന്നെയാണ് ഈ ലോകത്തിലെ എല്ലാമായി മാറിയിരിക്കുന്നത്. അതുതന്നെയാണ് ഹിന്ദുവായിട്ടും മുസ്ലിമായിട്ടും ക്രിസ്ത്യാനിയായിട്ടും ബ്രാഹ്മണനായിട്ടും ക്ഷത്രിയനായിട്ടും വൈശ്യനായിട്ടും ശൂദ്രനായിട്ടും ആർത്തവമുള്ള സ്ത്രീയായിട്ടും ആർത്തവമില്ലാത്ത സ്ത്രീയായിട്ടും എല്ലാം ജനിച്ചിരിക്കുന്നത്. അപ്പോൾ സമസ്ത പുരുഷ സ്വരൂപനും വേദം പരാമർശിക്കുന്നതുമായ ഭഗവാനെ അജ്ഞന്മാർ ശ്രവണം ചെയ്യുന്നില്ല. ആ രൂപത്തിലെ അജ്ഞന്മാർ മനസ്സിലാക്കുന്നില്ല. എല്ലാറ്റിലുമുള്ളത് ഈശ്വരനാണ്. ഹിന്ദുവിലും മുസ്ലിമിലും ക്രിസ്ത്യാനിയിലുമുള്ളത് ഒരേ ഈശ്വരനാണ്. ആ പരമാത്മാവാണെന്ന സത്യം ബ്രാഹ്മണനിലും ക്ഷത്രിയനിലും വൈശ്യനിലും ശൂദ്രനിലും സ്ത്രീയിലും പുരുഷനിലും ആർത്തമുണ്ടായാലും ഇല്ലെങ്കിലും എല്ലാവരിലും ഉള്ളത് ആ ഈശ്വരൻ തന്നെയാണ്. അത് അങ്ങനെ ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ തൊട്ടാൽ എങ്ങനെയാണ് അശുദ്ധമായി പോകുന്നത്? ആർത്തമുള്ള സ്ത്രീ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ദൈവത്തിന് അശുദ്ധി ഉണ്ടാകുന്നത്? അപ്പൊ അജ്ഞന്മാർ ശ്രവണം ചെയ്യുന്നില്ല. ഈ അർത്ഥത്തിൽ അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഭാഗവത അവസാനിപ്പിക്കുമ്പോൾ പിന്നെയും എടുത്തു പറയുകയാണ്. എന്നിട്ടും സനാതന ധർമ്മം എന്നും പറഞ്ഞ് അടക്കുകയും ചെയ്യും. ശ്രീസുഖം, മാംസഭക്ഷണം, മദ്യപാനം ഇവ സംബന്ധമായ വാർത്തകൾ കേൾക്കാൻ താല്പര്യം. അവർക്ക് വേദത്തിൻ്റെ ശരിയായ അർത്ഥങ്ങൾ അറിയുന്നതിലൊന്നുമല്ല താല്പര്യം. എന്തെല്ലാണ്? ശ്രീസംഗമവും മാംസഭക്ഷണം, മദ്യപാനം ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ കേൾക്കുന്നതിനാണ്. ഇത്തരം കാര്യങ്ങളിലാണ് അവർക്ക് താല്പര്യം. 11 പറയുകയാണ്, ലോകത്തിലെ പ്രാണിവർഗങ്ങൾക്ക് ഇതേപോലെ ശ്രീസംഭോഗം, മാംസഭക്ഷണം, മദ്യപാനം ഇവയിലാണ് താല്പര്യം. ഇപ്പം മറ്റുള്ള പ്രാണിവർഗങ്ങൾക്കെല്ലാം പട്ടികൾക്കെല്ലാം മാംസഭക്ഷണത്തിൽ താല്പര്യമുണ്ട്. ആനകൾക്ക് മദ്യം കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുമാതിരി സ്ത്രീ സംഭവം എല്ലാത്തിലുമുണ്ട്. ഇതിലെല്ലാം അവർക്കാണ് താല്പര്യം. അപ്പം നമ്മൾ അതുപോലെ എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അവർക്കത് വിധിച്ചിട്ടുമുണ്ട് എന്ന് പറയുകയാണ്. അവർക്ക് അങ്ങനെ തന്നെയാണ് വിധിച്ചിരിക്കുന്നത്. അവർക്ക് സ്ത്രീ സംഭോഗം, മാംസഭക്ഷണം, മദ്യപാനം, വിവാഹം, യാഗം മുതലായ വിധിച്ചിരിക്കുന്നു. യാഗം വിധിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കണം. യാഗം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രത്യേകത, മൃഗങ്ങളെല്ലാം യാഗം ചെയ്യുന്നുണ്ട്. അപ്പം യാഗത്തിൻ്റെ അർത്ഥം എന്താണ്? അവരും അവരുടേതായ ധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. പട്ടി വീട് കാക്കുന്നുണ്ട്, പശു പുല്ല് എന്നിട്ട് നമുക്ക് പാൽ ഉൽപ്പാദിപ്പിച്ച് തരുന്നുണ്ട്. എല്ലാം ഓരോ ധർമ്മങ്ങളുണ്ട്. അതെല്ലാം അവരുടെ യാഗങ്ങൾ. അല്ല, യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് ധരിച്ചു വെച്ചിരിക്കുന്നത്
എന്തല്ലോ അതാണ് എന്നാണ്. ഇനി 12, ഇത്തരം ധർമ്മങ്ങൾക്ക് ഒടുവിൽ വരുന്ന മോക്ഷം, അവസാനമാണ് മോക്ഷം വരുന്നത് എന്നത് ശാന്തിയോട് കൂടിയതും ആത്മജ്ഞാനവും ആവിധ ധർമ്മത്തിലൂടെ നേടുന്ന ധനത്തോടുകൂടി ലഭിക്കുന്ന ശരീരസുഖവും. അപ്പം ആ ഒരു ധർമ്മത്തോടുകൂടി മോക്ഷം ലഭിക്കുവാനായിക്കൊണ്ട് തരുന്ന പ്രവർത്തനങ്ങളിലൂടെ എങ്ങനെയാണ് മോക്ഷം ലഭിക്കുക പറഞ്ഞിട്ടുണ്ട്. കർമ്മം ചെയ്യാതെ മോക്ഷമൊന്നും ലഭിക്കില്ല. നമ്മളെ പണി നമ്മൾ തന്നെ ചെയ്തു കൊടുത്തേ പറ്റൂ. ആർക്ക് വേണ്ടി ചെയ്യണം? അതിനായിക്കൊണ്ട് ചെയ്തു കൊടുത്തുകൊണ്ട് എന്തെങ്കിലും ധനം കിട്ടിയാൽ ആ ധനവും അതിലൂടെ തന്നെ എന്തെങ്കിലും ശരീരസുഖമെല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ അതും അനുഭവിക്കാം. അത് മാത്രമേ മരണത്തെ മറികടക്കുവാൻ സഹായിക്കുകയുള്ളൂ. അതായത് മോക്ഷം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ മരണമില്ല. അപ്പം അങ്ങനെയായിരിക്കണം. ഇങ്ങനെയൊന്നും ഭാഗവതം ഒരിക്കലും പ്രഭാഷണത്തിൽ പോകുന്നില്ല. പക്ഷേ ഭാഗവത് ഇത് എടുത്തെടുത്ത് പിന്നെയും പിന്നെയും പറയുകയാണ്. 13, മദ്യപാനം മൂക്ക് വഴി ഗ്രഹിക്കുക മാത്രമാണ് വിധി. മദ്യം വായിലോട്ട് അയച്ചൂടാ, മൂക്കിലിട്ട വണ്ടിക്ക് മണത്തോന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ആരെങ്കിലും കുഴലൂട്ട കയറ്റി, മൂക്കിലൂട്ട കുഴൽ കയറ്റിയിട്ട് വലിച്ച് മദ്യം കുടിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയെല്ലാം വ്യാഖ്യാനിക്കുന്ന ആൾക്കാരാണ്. ദേവതാ ഉദ്ദേശവുമായി ബന്ധപ്പെട്ട പശുഹത്യ വിധിക്കപ്പെട്ടിട്ടുണ്ട്. ദേവത എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ദേവതകളാണ്. ആ ദേവതകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുന്നത്, കർമ്മങ്ങൾ ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് അതിന് പശു ഹത്യ വിധിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് മൃഗങ്ങളുടെ നല്ല മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട്. ആയുർവേദത്തിലെ മൃഗങ്ങളെ ചില ഭാഗങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് മരുന്നുകൾ ഉണ്ടാക്കുന്നത്. അപ്പം മൃഗങ്ങളെ കൊല്ലേണ്ടി വരും. അതൊന്നും തെറ്റൊന്നുമല്ല, അങ്ങനത്തെ വിധിച്ചിട്ടുണ്ട്. പക്ഷേ മാംസം കഴിക്കാൻ വിധിച്ചിട്ടില്ല. മാംസമായിട്ട് പശു എന്ന് പറയുന്നത് വെറും പശുവായിട്ടൊന്നും എടുത്തേക്കരുത്. പശുവിന് മൃഗം എന്ന നിലയിൽ തന്നെ എടുക്കണം. പുത്രസമ്പാദനത്തിനായി സംഭോഗം വിധിച്ചിരിക്കും. കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ടാണ് സംഭോഗം, അല്ലാതെ സുഖമനുഭവിക്കാൻ വേണ്ടി വിധിച്ചിട്ടില്ല. പുത്രന്മാരുണ്ടാവുക എന്ന, മക്കളുണ്ടാവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സംഭോഗം വിധിച്ചിരിക്കുന്നത്, അല്ലാതെ സുഖം അനുഭവിക്കാൻ വിധിച്ചിട്ടില്ല. അപ്പം പുത്രന്മാരുണ്ടാകാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ സുഖവും കുഴപ്പമില്ല എന്നർത്ഥം. ഈ വിധമുള്ള ധർമ്മങ്ങളെ അവർ അറിയുന്നില്ല. ആരറിയുന്നില്ല? അത് തന്നെ സനാതന ധർമ്മം എന്നെല്ലാം പറയുന്നത്. എല്ലാ മനുഷ്യരും, നമ്മളെല്ലാം സനാതന ധർമ്മം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നില്ല. 14, ഈ തത്വധർമ്മം അറിയാത്തവരും ഗർവിഷ്ഠരും കഠിനഹൃദയരും തങ്ങൾ സജ്ജനമാണെന്ന് അഭിമാനിക്കുന്നുണ്ട്. ഈ തത്വമൊന്നും അറിയില്ല, ഗർവിഷ്ഠർ തന്നെയാണ്, കഠിനഹൃദയരാണ്. പക്ഷെ എന്നാലും അവർ സജ്ജനമാണ്, നമ്മൾ സജ്ജനങ്ങളാണെന്ന് അഭിമാനിക്കുന്നവരും അന്ധവിശ്വാസികളാണെന്ന് പറയുകയാണ്. എന്നിട്ട് നമ്മൾ സജ്ജനമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ അന്ധവിശ്വാസികളാണ്. അവർ പശുഹിംസ നടത്തുന്നു, മരണശേഷം അവരെ പശുക്കൾ ഭക്ഷിക്കുന്നു. അവർ പശുവിനെ കൊന്നു തന്നു, മരണശേഷം അവർ പശുവായിട്ട് ജനിക്കും, പശു മനുഷ്യരായിട്ട് ജനിക്കും, എന്നിട്ട് മനുഷ്യർ പശുവിനെ പിടിച്ച് തിന്നു. 15, പുത്രമിത്ര കളത്രാദികളോടുകൂടി ഈ ശവതുല്യമായ ശരീരത്തിൽ അഗാധമായ സ്നേഹത്തോടുകൂടി, പുത്ര പൗത്ര കളത്രാദികളോടുകൂടി ഈ ശവതുല്യമായ ഈ ശരീരം വെറും ശവം പോലെ ശവക്കണക്കാണ്. ഇതിൽ അഗാധമായ സ്നേഹം വെച്ചുകൊണ്ട് ഈ ശരീരത്തിലും പുത്രമിത്രാദികളെല്ലാം വണ്ടിക്കെടുത്തോളൂ. അന്യശരീരങ്ങളെ അനാദരിക്കുന്നു. അപ്പോൾ
ഈ ശരീരം എന്ന് പറയുന്നത് തന്നെ അനാദിക്കേണ്ട വലിയ വിലയൊന്നും ഇല്ലാത്ത നമ്മുടെ ശരീരം തന്നെ വലിയ വിലയൊന്നും ഇല്ലാത്തതാണ്. അത് ശവതുല്യമാണെന്നാണ് പറയുന്നത്. എന്നിട്ട് അഗാധമായ സ്നേഹം അതിൽ വെച്ച് പുലർത്തിയിട്ട് അന്യ ശരീരങ്ങളെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മറ്റുള്ളവരെ അപമാനിക്കും. എന്നിട്ട് മറ്റുള്ള ശരീരത്തിൽ അന്തരാമയായിരിക്കുന്ന യഥാർത്ഥത്തിൽ ആ ഈശ്വര പരമാത്മാവിനെയാണ് അവർ അധിക്ഷേപിക്കുന്നത്. അന്യരെ അപമാനിക്കുക എന്ന് പറയുമ്പോൾ ആ അന്യരുടെ അകത്തും അന്തരാമിയായിരിക്കുന്നത് ആരാണ്? നമ്മിലിരിക്കുന്ന അതേ ഈശ്വരൻ തന്നെയാണ് അവരെ ഉള്ളിലും അന്തരാമിയായിട്ട് ഇരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ ഈശ്വരനെ തന്നെയാണ് അപമാനിക്കുന്നത്. അതിൻ്റെ ഫലം എന്താണ്? അവൻ അധപ്പതിക്കുന്നു. അതായത് അന്യരെ അപമാനിക്കുന്നവർ അധപ്പതിക്കുമെന്ന് സാരം. 16 തത്വജ്ഞാനത്തിലൂടെ മോക്ഷം പ്രാപിക്കാത്തവർ ശാസ്ത്രം പഠിച്ചിട്ടും അതിൻ്റെ ശരിയായ അർത്ഥം അറിയാത്തവർ. തത്വജ്ഞാനത്തിലൂടെ മോക്ഷം പ്രാപിക്കാത്തവർ. തത്വജ്ഞാനത്തിലൂടെ മോക്ഷത്തിലേക്ക് വേണം നമ്മൾ നീങ്ങാൻ. പഠിച്ചിട്ടും ശരിയായ അർത്ഥം മനസ്സിലാക്കുക. ഭാഗവതമെല്ലാം ശരിക്ക് പഠിക്കും, ഉരുവിടും, വെള്ളം പോലെ അറിയാം. പക്ഷെ അത് പറയുന്ന ശരിയായ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാത്തവർ ഇന്ദ്രിയപരമായി ലഭിക്കുന്ന സുഖം കാക്ഷിക്കുമെന്ന്, സുഖം ക്ഷയിക്കുന്നതാണെന്ന് അറിയാത്തവർ. ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന, അതായത് പഞ്ചേന്ദ്രിയങ്ങളുടെ നമ്മുടെ ശരീരത്തിൻ്റെ സുഖം നോക്കുന്നവർ, അത് ക്ഷണികമാണെന്ന് അറിയാത്തവർ, അത് കുറച്ചു നേരത്തേക്ക് നിലനിൽക്കൂ എന്ന് അറിയാത്തവർ ആത്മാവിനെ എന്താണ് ചെയ്യുന്നത്? ദുഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അജ്ഞാനത്തിന് വിഷയമായ കർമ്മവും കർമ്മഫലത്തിലും അഭിമാനിക്കുന്നവർ. അജ്ഞാനത്തിന് വിധേയമായ, അതായത് വേദത്തിൽ പറയുന്നതിന് നേരെ വിപരീതമായി ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാതെ കർമ്മവും കർമ്മഫലത്തിലും അഭിമാനിക്കുന്ന, എന്തെങ്കിലും കർമ്മം ചെയ്തിട്ട് അതിൻ്റെ ഫലം അഭിമാനിച്ച് നടക്കുന്നവർ, നമ്മളെന്തല്ലോ ആത്മീയ കാര്യങ്ങളൊന്നും വലിയ എന്തെല്ലോ ചെയ്യുകയാണെന്നും പറഞ്ഞ് അഭിമാനിച്ച് നടക്കുന്നുണ്ട്. പക്ഷെ ചെയ്യുന്നത് മുഴുവൻ വേദത്തിന് നേരെ എതിര് കാര്യങ്ങളായിരിക്കും. അജ്ഞാനത്തിന് വിഷയമായ കർമ്മവും കർമ്മഫലപ്രാപ്തിയിലും അഭിമാനിക്കുന്നവർ. എന്നിട്ട് നമ്മളെന്തല്ലോ വലിയ ചെയ്തതാണെന്ന് ധരിക്കും. ആയതിനാൽ ആത്മാവിനെ ദുഷിപ്പിച്ചവരും അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്ന എന്താണ്? അവരുടെ ആത്മാവിനെ ദുഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മനഃശാന്തി ലഭിക്കാതെ അവർക്കൊരിക്കലും മനഃശാന്തി ലഭിക്കാൻ പോകുന്നില്ല. നാശമനോരഥത്തോടുകൂടി അവരുടെ മനസ്സെപ്പോഴും നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുക. കാലത്തിനനുസരിച്ച് കഷ്ടപ്പെടും. അപ്പോൾ അജ്ഞാനത്തിന് വിധേയമായ കർമ്മം അനുഷ്ഠിക്കുക. വേദം പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളൊന്നുമല്ല നമ്മളിപ്പോൾ അനുഷ്ഠിക്കുന്നത്. എന്തെല്ലാം ചെയ്തു കൂട്ടുന്നത്? ഈശ്വരനോട് പലതും യാചിക്കുകയാണ്, അതിനുവേണ്ടി എന്തെല്ലോ കൊടുക്കുകയാണ് ഈശ്വരന്. ഈശ്വരന് ഇത് കിട്ടിയിട്ട് വേണം ജീവിക്കാൻ. ഈ കൊടുക്കുന്ന വസ്തു ഈശ്വരനാണ്, കൊടുക്കുന്ന നമ്മൾ ഈശ്വരനാണ്. പിന്നെ നമ്മൾ ഈശ്വരനോട് കൊടുക്കുകയാണ്. ഈശ്വരൻ തന്നെ സൃഷ്ടിച്ച വസ്തു എടുത്തിട്ട് ഈശ്വരന് കൊടുക്കുകയാണ്. എന്നിട്ട് എൻ്റെ കാര്യം ഇന്ന് സാധിപ്പിച്ചു തരിക. അതിനാണ് രാജാക്കന്മാരെ വെച്ചിരിക്കുന്നത്. അധ്വാനിക്കാൻ വേണ്ടിയാണ് ബുദ്ധിയും ശരീരശക്തിയെല്ലാം തന്നിരിക്കുന്നത്. ഇതൊന്നും ചെയ്യാതെ എല്ലാം ഈശ്വരൻ നേടിത്തരണം. കിട്ടുന്നില്ലേ രാജാവിന്, അതിനാണ് രാജാവിനെ വെച്ചിരിക്കുന്നത്. അല്ലാതെ ഈശ്വരൻ അതൊന്നുമല്ല ജോലി. ഇതൊന്നും ചെയ്യാതെ നമ്മൾ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നത്? ഈശ്വരന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാൻ ഈശ്വരൻ്റെ അടുത്തില്ല. അപ്പം അജ്ഞാന വിഷയമായ കർമ്മവും കർമ്മഫലത്തിലും അഭിമാനിക്കും. എന്നിട്ട് അഭിമാനിക്കും, ഓ ഞാനിതാ ഇന്നല്ല ഈശ്വരന് കൊടുത്തു, അല്ലെങ്കിൽ ഇന്നതിന് വേണ്ടിയിട്ട് ഇന്ന ചെയ്താൽ മതി, ഞാൻ ഈശ്വരനെ കൊണ്ട് ഇന്ന സാധിപ്പിച്ചു തരാം എന്നെല്ലാം പറഞ്ഞ് അഭിമാനിക്കുന്ന കുറേ പേരുണ്ട്. എൻ്റെ അടുത്ത് വന്നാൽ മതി, അദ്ദേഹത്തിൻ്റെ കാലം പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ അനുഗ്രഹിക്കുക, നിന്നെ ഈശ്വരൻ രക്ഷിക്കുന്നു. ഇങ്ങനെയെല്ലാം അഭിമാനിച്ച് നടക്കുന്ന കുറേ പേരുണ്ട്. അവരെന്താണ് ചെയ്യുന്നത്? അവരുടെ ആത്മാവിനെ തന്നെ ദൂഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് പോലും മനഃശാന്തി ലഭിക്കില്ല.
നാശമനോരഥത്തോടുകൂടി കാലത്തിനനുസരിച്ച് അവരെന്ത് ചെയ്യും? കഷ്ടപ്പെടുക തന്നെ ചെയ്യും. 18 വാസുദേവ ഭക്തിയില്ലാത്ത അവർക്ക് യഥാർത്ഥത്തിൽ വാസുദേവനോട് കൃഷ്ണനോട് ഒരു ഭക്തിയില്ല. ഭക്തി ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം അടിച്ചു കൊണ്ടുപോകുമോ? എന്നാലോചിച്ച് നോക്കിയേ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇതെല്ലാം അടിച്ചു കൊണ്ടുപോയിട്ട് വളരെ കഷ്ടപ്പെട്ട് നേടിയ വീട്, വാസുദേവ ഭക്തിയില്ലാതെ അവർ വളരെ കഷ്ടപ്പെട്ട് തന്നെ എല്ലാം അടിച്ചു കൊണ്ടുപോയിട്ട് നേടുന്നത്. എത്ര പാടുപെട്ടിട്ടാണ് കൊണ്ടുപോകുന്നത്. പാളികളെല്ലാം പൊളിച്ചിട്ട് കൊണ്ടുപോകുന്നില്ലേ? പ്രയാസമുള്ള പണി തന്നെയാണ്. എന്തെല്ലാം പാടുപെട്ടിട്ട് ആരെയെല്ലാം വെട്ടിച്ചിട്ട് കൊണ്ടുപോകണം. ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് നേടിയ വീട്, പുത്രന്മാർ, സുഹൃത്തുക്കൾ, എന്നിട്ട് വീട്, പുത്രന്മാർ, സുഹൃത്തുക്കൾ, ഐശ്വര്യം, ഇവകളെ തെളിക്കാൻ കഴിയാതെ അവർക്ക് ഇവരെയൊന്നും ത്യജിക്കാൻ പറ്റില്ല. പുത്രൻ, ഭാര്യ, വീട്, ഇതുകളൊന്നും സുഹൃത്തുക്കളെയൊന്നും ത്യജിക്കാൻ പറ്റാത്തവരെങ്കിലും ഒടുവിൽ ത്യജിച്ച് നരകത്തെ പ്രാപിക്കുന്നു എന്ന് പറയുകയാണ്. മരണസമയത്തുമ്പോൾ ഇവന്മാരെല്ലാം നരകത്തെ തന്നെയാണ് പതിക്കുന്നതെന്നാണ് പറഞ്ഞ് അങ്ങനെയൊക്കെ പെരട്ടിയാണ്. ഇവർ നന്നാകുന്നതിൽ നന്നായിക്കോട്ടെ. ഇനി 19 കരഭോജൻ എന്ന ആ ദിവ്യം പറയുകയാണ്. മനുഷ്യർ ഭഗവാനെ ഏതു സമയത്ത്, ഏത് നിറം, ഏത് രൂപം, ഏത് നാമധേയം എന്നിവയറിഞ്ഞ് പൂജിക്കണം. ഓരോ കാലഘട്ടത്തിലും ഓരോ തരത്തിലാണ് ഈശ്വരനെ മനസ്സിലാക്കിയിട്ട് പൂജിക്കേണ്ടത്. അതായത് ഓരോ കാലത്തിലുള്ള ഈശ്വരൻ എന്തിനാണ് വരുന്നത്? അതാത് കാലത്തെ അധർമ്മികളെ കൊന്നിട്ട്, അധർമ്മികളായ രാജാക്കന്മാരെ, അല്ലാതെ ജനത്തെ കൊല്ലാനല്ല വരുന്നത്. അത് കൂട്ടത്തിൽ എല്ലാത്തിനും കൂടി കൊല്ലുമ്പോൾ ജനങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ പോയിക്കൊള്ളും. ഭൂമിയുടെ ഭാരം കുറക്കാൻ അധർമ്മികളായ രാജാക്കന്മാരെ കൊല്ലാൻ ഓരോ കാലത്തിൽ ഈശ്വരൻ വരുന്നത് ഓരോ രൂപത്തിലും, ഓരോ ഭാവത്തിലും, ഓരോ നിറത്തിലുമാണ്. അതുകൊണ്ട് അതുമാതിരി അവരെ പൂജിക്കുക എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുകയാണ് 20 കൃത, ത്രേത, ദ്വാപര, കലിയുഗ, ഈ 4 യുഗങ്ങളിൽ വിഷ്ണു പല നിറം, പല പേര്, പല രൂപം ഇവയോടുകൂടി പല പ്രകാരത്തിൽ ജനങ്ങളാൽ പൂജിക്കപ്പെടുന്നു. ആ ഓരോ കാലഘട്ടത്തിലും ആ ഈശ്വരനെ പൂജിക്കുന്ന പലതരത്തിലാണ്. നമുക്കറിയാലോ, രാമനെ പൂജിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒറ്റ ഭാര്യയാണ്, മറ്റുള്ള സ്ത്രീകളെ ഒന്നും നോക്കുപോലും ഇല്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ മനുഷ്യർ കുടുംബജീവിതം, ഏക ഭാര്യ, അങ്ങനെയുള്ളതാണ്. കൃഷ്ണൻ്റെ കാലം വരുമ്പോഴേക്ക് എല്ലാം പോയി, പൂജിക്കുന്ന രീതിയെ മാറി. ഇപ്പം പറയുകയാണ് ഓരോ കാലത്തിനനുസരിച്ച് ഈശ്വരൻ്റെ രൂപവും ഭാവവും എല്ലാം മാറും. അതിനനുസരിച്ച് ആരാധിച്ചോളണം. എങ്ങനെയാണെന്ന് നോക്കാം. കൃതയുഗത്തിൽ വെളുപ്പ് നിറമാണ്. ഇതേപോലെ കളർഫുള്ളൊന്നും ആയിരുന്നില്ല കൃതയുഗത്തിൽ. ഗോത്ര കാലഘട്ടത്തിൽ സിനിമ പോലും വെളുപ്പും കറുപ്പുമല്ലേ പിന്നെ ആദ്യം ഉണ്ടായിരുന്നു. അന്നില്ല, എന്നാലും വെളുപ്പും കറുപ്പും, എല്ലാം വെളുപ്പും കറുപ്പുമാണ്. ഇതേമാതിരി ഭംഗിയിലൊന്നും അല്ല അന്നത്തെ കാലഘട്ടം. അപ്പം വെളുത്ത നിറം, ചതുർഭുജമാണ്, ജടാധാരിയാണ്. അന്ന് ഷേവ് ചെയ്യാൻ സാധനങ്ങളൊന്നുമില്ല. മനുഷ്യരും ജട വെച്ചിട്ടാണ് നടന്നിരുന്നത്. മുടിയെല്ലാം വളർത്തിയാണ് അന്നത്തെ മനുഷ്യരുടെ. എന്തുകൊണ്ട് റേസറൊന്നുമില്ല? റേസർ എവിടെ? മരമുരി ധരിച്ചവർ അല്ല, മരത്തിൻ്റെ അത് ഇതെല്ലാം കിട്ടിയാൽ ഇല്ലേ മാൻതോല്, യജ്ഞോപവീതം, അക്ഷമാല മുതലായവർ ധരിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മനുഷ്യർ ശാന്തരായിരുന്നു. വിരോധഭാവമൊന്നുമില്ലാത്ത സൗഹൃദമുള്ളവരും, എല്ലാവരോടും സമഭാവം, മനനിയന്ത്രണം, ഇന്ദ്രനിഗ്രഹം, തപസ് എന്നിവയോടുകൂടി ഈശ്വരനെ പൂജിക്കുന്നു. ആ നിലയിലുള്ള ഈശ്വരനെയാണ് പൂജിക്കുന്നത്. ഏത്? വിരോധഭാവമൊന്നുമില്ല, ആരോടും വിരോധമൊന്നുമില്ല. കുറച്ച് ആളേ ഉള്ളൂ, പിന്നെ ആരോടാ വിരോധം വെക്കേണ്ടത്? ശാന്തരായിരുന്നു. സൗഹൃദം, എല്ലാവരും പരസ്പരം സൗഹൃദം കുറച്ച് കൂടുതലാണത്. എല്ലാവരോടും സമഭാവം, എല്ലാവരും തുല്യമായിട്ട് തന്നെയാണ് കണ്ടിരുന്നത്. മനസ്സിനെ നിയന്ത്രിച്ചവരാണ്.
ഇന്ദ്രിയങ്ങളെ വേറെ എന്താണ് ചെയ്യാനുള്ളത്? ഇന്ദ്രിയ നിയന്ത്രണം, തപസ് എന്നിവയാൽ ഈശ്വരനെ പൂജിക്കുന്നു. അന്നത്തെ കാലം. 23. കൃതയുഗത്തിൽ ഞാൻ ഹംസം അഥവാ പരമാത്മാവ് എന്ന് ധ്യാനിക്കുന്നവന് സംസാര ദുഃഖം നാശം സംഭവിക്കുന്നു. ഹൃദയത്തിലെ ഹംസം എന്ന് പറയുന്നത് ശ്വാസമാണ്. അന്നത്തെ ഈശ്വരൻ ശ്വാസം, ഹംസത്തിൻ്റെ പോലെ ശ്വാസം കഴിക്കുക. അത് യോഗയിൽ പറയുന്നതാണ്. ശ്വാസത്തെ ഹംസമായിട്ട്, ആ ഹംസം തന്നെയാണ് ജീവൻ, ജീവൻ തന്നെയാണ് ഈശ്വരൻ, അത് തന്നെയാണ് പരമാത്മാവ് എന്ന് ധ്യാനിക്കും. ആ തരത്തിലാണ് അന്നത്തെ ധ്യാനം. അങ്ങനെ അവർക്ക് സംസാരനാശ ദുഃഖനാശം സംഭവിക്കുന്നു. സർവ ശരീരത്തിലും ശയിക്കുന്നവനായതിനാൽ ഹംസം എന്ന് പറയുന്നു. എല്ലാ ശരീരത്തിലും ശ്വാസം ശയിക്കുകയാണ്. അതുകൊണ്ട് ഹംസം എന്ന് പറയുന്നു. ധർമ്മം അധർമ്മം എന്നീ രണ്ട് ചിറകൾ ഉള്ളതിനാൽ അക്കാലത്ത് ധർമ്മമുണ്ട് അധർമ്മമുണ്ട്. സുപർണൻ എന്ന് പറയുന്നു. ധർമ്മം അധർമ്മം എന്നീ രണ്ട് ചിറകേ ഉള്ളൂ. ആ തരത്തിലാണെന്ന് ആൾ ചെയ്യുന്നത് നല്ലത്. ധർമ്മം ഏതല്ലെങ്കിൽ അധർമ്മ പ്രവർത്തി. ഇങ്ങനെ ചിറക് ഉള്ളത് കൊണ്ട് സുപർണൻ ചിറകായിട്ട്. ചിറകാണല്ലോ സഞ്ചാരത്തിന്. അന്നത്തെ കർമ്മങ്ങളെല്ലാം ഇത്തരത്തിലായിരുന്നു. അതുകൊണ്ട് സുപർണൻ എന്ന് പറയുന്നു. സർവവിധ മായകളുള്ളതിനാൽ വൈകുണ്ഠൻ എന്ന് പറയുന്നു. മായയാലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, അതുകൊണ്ട് വൈകുണ്ഠൻ എന്ന് പറയുന്നു. സർവ ലോകങ്ങളെയും ധരിക്കുന്നതിനാൽ ധർമ്മജനെന്നും അഷ്ടാംഗ യോഗത്തിൻ്റെ അധിപനെന്ന നിലയിൽ യോഗേശ്വരൻ എന്നെല്ലാം അന്നത്തെ ഈശ്വരനെ പറയുന്നു. ജനരരൂപിയായതിനാൽ മനു എന്ന് പറയുന്നു. ആദ്യം ഉണ്ടായതിനെ മനു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മനനരൂപി. അഖണ്ഡ ഐശ്വര്യവാനാകുന്നതിനാൽ ഈശ്വരൻ എന്നു പറയുന്നത് ഈശ്വരൻ എന്ന് വിളിക്കും. സകലത്തിൻ്റെയും അന്തരാമിയായതിനാൽ പുരുഷൻ എന്ന് പറയും അന്നത്തെ കാലത്ത്. ഇന്ദ്രിയങ്ങൾക്ക് അഗോചരമായതിനാൽ പരമാത്മാവെന്നും അല്ലെങ്കിൽ അവ്യക്തൻ എന്നും പറയുന്നു. അന്നത്തെ കാലത്ത് ഈശ്വരനെ പരമാത്മാവിനെ ഇങ്ങനെയെല്ലാം ഈശ്വരൻ എന്ന് പറയും, പുരുഷൻ എന്ന് പറയും, അല്ലെങ്കിൽ യോഗേശ്വരൻ എന്നെല്ലാമാണ് അന്ന് ആരാധിച്ചിരുന്നത്. ഇന്നാണ് കുറേ പേര് വന്നിരിക്കുന്നത്. ത്രേതായുഗത്തിൽ, അപ്പം രണ്ടാമത്തെ യുഗം, ത്രേതായുഗത്തിൽ ചുവപ്പ് നിറമാണ് ഈശ്വരന് കൊടുത്തിരിക്കുന്നത്. ചതുർഭുജമാണ്. പൊന്നിറത്തിലുള്ള തലമുടിയെ കൊടുത്തിരിക്കുന്നു. ത്രിവേദസ്വരൂപി, വേദങ്ങളിൽ ഉത്ഭവിച്ച ആ സമയമായതുകൊണ്ട് വേദസ്വരൂപിയായിട്ട് അതിനെ കണ്ടിരുന്നു. സൃക്ക്, സുവം എന്നീ യാഗപാത്രങ്ങൾ കയ്യിലുണ്ടായിരുന്നു. ത്രേതായുഗത്തിൽ മനുഷ്യൻ സ്വയം പ്രകാശരൂപിയും. വേദങ്ങളെല്ലാം ഉത്ഭവിച്ച സമയമായതുകൊണ്ടാണ് സ്വയം പ്രകാശിക്കുന്നത്. വേദങ്ങളിലൂടെ സകല ദേവതാരൂപിയുമായിരുന്നു. പരമാത്മാവിനെ ധർമ്മനിഷ്ഠന്മാരായി വേദമന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് യാഗാദി കർമ്മങ്ങളെ പൂജിച്ചു. വേദമന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് യാഗാദി കർമ്മങ്ങൾ നടത്തിക്കൊണ്ടാണ് പൂജിച്ചിരുന്നത്. അന്ന് കാലത്ത് വേദങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള യജ്ഞങ്ങളെല്ലാം ചെയ്യുക അവർ ചെയ്തിരുന്നു. ആ തരത്തിലാണ് പൂജ എന്ന് പറയുന്നത്. ആ ഈശ്വരന് വേണ്ടി യജ്ഞം ചെയ്യുക, കർമ്മം ചെയ്യുക, എല്ലാം അതിനു വേണ്ടിയായിരുന്നു ചെയ്തിരുന്നത്. സർവവ്യാപിയാവിനാൽ വിഷ്ണു എന്ന് പറഞ്ഞു. അന്ന് വിഷ്ണു ആയിട്ടാണ് ആരാധിച്ചിരുന്നത്. സർവവ്യാപിയാണ്, എല്ലായിടവും ഉള്ളത് കൊണ്ട്. യജ്ഞസ്വരൂപനായെന്നാൽ യജ്ഞൻ എന്നൊന്ന് വിളിച്ചിരുന്നു. സുപദസ് എന്ന പ്രജാപതിയുടെ പത്നിയിലൂടെ പ്രജാപതിയുടെ പത്നി പൃഷ്ണിപുത്രനായി ജനിച്ചതിനാൽ
വൃഷ്ണിഗർഭൻ എന്നും അന്ന് വിളിച്ചിരുന്നു. സർവദേവ സ്വരൂപനായതിനും സർവദേവനെന്നും വിളിച്ചിരുന്നു. സർവദേവ സ്വരൂപനാണെങ്കിൽ സർവദേവനെന്നും. വാമനനായി ഒറ്റയടിയാൽ ഭൂമിയെ അളന്നതിനാൽ ഉരുക്രമൻ എന്നും, ആഗ്രഹിച്ചത് മഴ പോലെ പൊഴിയുന്നതിനാൽ വൃഷ്ടാകവി എന്നും, അന്ന് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം പെട്ടെന്ന് സാധിപ്പിച്ചെടുക്കുക. അതുകൊണ്ട് വൃഷാകവി എന്നും, എപ്പോഴും ജയശീലമുള്ളതിനാൽ ജയന്തൻ എന്നും, എല്ലാ കാര്യത്തിലും ജയൻ തന്നെയായിരുന്നു. എല്ലാ കാലത്തും എല്ലാവരും ഗാനം ചെയ്യുന്നതിനാൽ ഉരുഗായൻ എന്നും വിളിച്ചിരുന്നു. അപ്പം അന്ന് ത്രേതായുഗത്തിൽ ഇങ്ങനെയല്ലായിരുന്നു ഈശ്വരനെ വിളിച്ചിരുന്നത്. ഇനി 27. ദ്വാപരയുഗത്തിൽ ശ്യാമവർണ്ണനാണ്, പീതവസ്ത്രധാരിയാണ്, ശംഖുചക്രാദികളായ ആയുധങ്ങളുണ്ട്, ശ്രീവത്സം എന്ന അടയാളമുണ്ട്, കൗസ്തുഭം മലമാനിയെല്ലാം ധരിച്ചിട്ടുണ്ട് എന്നീ ആഭരണങ്ങളോട് കൂടിയുള്ള ഈശ്വരനെ ധ്യാനിക്കുകയാണ്. നമ്മൾ മനസ്സിൽ ഇത്തരത്തിൽ ധ്യാനിക്കും, അതായത് മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. മനുഷ്യർ കുട, ചാമരം മുതലായ രാജാവിന് യോജിച്ച ആചാരങ്ങളോടുകൂടി, കുടയും ചാമരവും എല്ലാം രാജാവിൻ്റെ മുതലായ രാജോപചാരങ്ങളോടും ആ പരമാത്മാവിനെ വേദമാർഗത്തിലൂടെ ആരാധിച്ചത്. വേദത്തിൽ പറയുന്ന തരത്തിലാണ് ആരാധിക്കുന്നത്. ആ വസുദേവന് നമസ്കാരം. ഇനി 30. പ്രളയത്തിൽ ലയിപ്പിക്കുന്നതിനാൽ സംഘർഷപൂർണൻ അങ്ങയ്ക്ക് നമസ്കാരം പറഞ്ഞു. ആ തരത്തിൽ നമസ്കാരം പറയുന്നു. പ്രളയത്തിൽ ലയിപ്പിക്കും. ഇത് കഴിഞ്ഞാൽ പിന്നെ പ്രളയമാണ്, എല്ലാം പോയി ബ്രഹ്മത്തിൽ ലയിക്കും. അതുകൊണ്ട് സംഘർഷപൂർണനെന്ന് അദ്ദേഹത്തിന് നമസ്കാരം പറയുന്നു. പ്രദ്യുപ്ന സ്വരൂപനായതിനാൽ അങ്ങയെ നമസ്കരിക്കുന്നു. പ്രദ്യുപ്ന സ്വരൂപനായിട്ട് നമസ്കരിക്കുന്നു. സർവശക്തനായ അനിരുദ്ധ സ്വരൂപിയെ നമസ്കരിക്കുന്നു. സർവജ്ഞനായ നാരായണനായിട്ട് നമസ്കാരം. അന്തരാത്മാവിൽ സ്ഥിതി ചെയ്യുന്ന ആ ശക്തിക്ക്, അഖില ലോകേശ്വരന്, വിശ്വരൂപിക്ക്, സർവപ്രാണിയിലും പ്രാപിച്ചിരിക്കുന്നവന് നമസ്കാരം. ഇത്തരത്തിലാണ് ഈ കാലഘട്ടത്തിൽ ദ്വാപരയുഗത്തിൽ നമസ്കരിച്ചിരുന്നത്. ഏതിന്? സർവശക്തനായ അനിരുദ്ധ സ്വാമിക്ക് നമസ്കാരം പറഞ്ഞുകൊണ്ടും, സർവജ്ഞനായ നാരായണന് നമസ്കാരം പറഞ്ഞുകൊണ്ടും, അന്തരാമിയായവനും അഖില ലോകേശ്വരന്, വിശ്വരൂപന്, സർവപ്രാണിയിലും അന്തരാമിയായിരിക്കുന്നവന് നമസ്കാരം. ഈ തരത്തിലാണ് വേദങ്ങൾ ആ പരമാത്മാവിനെ നമസ്കരിച്ചിരിക്കുന്നത്. ഏത് കാലഘട്ടത്തിൽ? കൃതയുഗം, ത്രേതായുഗം കഴിഞ്ഞിട്ടുള്ള ദ്വാപരയുഗത്തിൽ. കലിയുഗത്തിൽ പല തന്ത്രഗ്രന്ഥങ്ങളിൽ എങ്ങനെ ആരാധിക്കണമെന്നുള്ളത് പറയുന്നത് കേൾക്കുക. ഇനി കലിയുഗത്തിൽ പല ഗ്രന്ഥത്തിൽ എങ്ങനെയാണ് ആരാധിക്കാൻ പറഞ്ഞിരിക്കുന്നത് കേൾക്കുക. കലിയുഗത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ദ്വാപരയുഗത്തിൽ ജഗദീശ്വരനെയാണ് സ്തുതിച്ചിരുന്നത്. കരചരണാദി ആവയവങ്ങളോടും, കൗസ്തുഭം മുതലായ ഉപാംഗങ്ങളോടും, ചക്രം മുതലായ അംശങ്ങളോടും, സുനന്ദൻ മുതലായ പാർശ്വധന്മാരോടും, കാന്തിയാൽ കറുത്ത നിറത്തോടും കൂടിയ, അപ്പം കറുത്ത നിറത്തോടു കൂടിയ ശ്രീകൃഷ്ണന് അവതരിച്ച ഈശ്വരനെ വിവേകികൾ നാമസങ്കീർത്തനം പ്രധാനമാക്കി പൂജകളാൽ ആരാധിക്കുന്നു. നാമങ്ങളാൽ പൂജിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നാമം ചൊല്ലുന്നതാണ് നല്ലത്. അല്ല വേറെയൊന്നും വേണ്ട. നാരായണ നാരായണ എന്ന് വിളിക്കുന്നത് പോലെ
ശ്രീകൃഷ്ണനെ എല്ലാം നാമം ചൊല്ലി വിളിക്കുന്നതാണ് ഈ കാലത്തിൽ അത്രയേ ആവശ്യമുള്ളൂ. വെറുതെ വിളിച്ചാൽ മതി. തന്നെ വന്നിച്ചവരെ രക്ഷിക്കുക, പരാജയത്തെ ഇല്ലാതാക്കുക, അഭിവൃഷ്ടി നൽകുക, ഗംഗാനദീ തീർത്ഥങ്ങൾക്ക് ഇരിപ്പിടമായ ശരണയോഗ്യനായ പരമേശ്വരനും ബ്രഹ്മദേവനും സ്തുതിക്കുന്ന, അപ്പം അഭിവൃഷ്ടി നൽകുന്ന, ഗംഗാനദി തീർത്ഥങ്ങൾക്ക് ഇരിപ്പിടമായ, ഗംഗ പോലെയുള്ള തീർത്ഥങ്ങൾക്ക് ഇരിപ്പിടമായ, ശരണം ചെയ്യുവാൻ യോഗ്യനായ, പരമേശ്വരനും ബ്രഹ്മാദികളും സ്തുതിക്കുന്ന, ഭൃത്യന്മാരുടെ ദുഃഖമകറ്റുന്ന, ഭൃത്യന്മാരെന്ന പാവങ്ങളുടെ ദുഃഖമകറ്റുന്ന, സംസാര സാഗരത്തെ മറികടക്കാൻ സഹായിക്കുന്ന കപ്പൽ പോലെ, സംസാര സാഗരത്തെ, നമ്മുടെ ജീവിതത്തെ, ഈ സംസാര സാഗരമാകുന്ന ജീവിതത്തെ മറികടക്കാൻ സഹായിക്കുന്ന സമുദ്രത്തിലെ കപ്പൽ പോലെ നിൻ തിരുവടിയെ ഞാൻ വന്ദിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി ഈ യുഗത്തിൽ. ഇനി 34. ധർമ്മത്തിങ്കൽ സ്ഥിരബുദ്ധിയോടുകൂടിയ പരമേശ്വരനെ മറ്റുള്ളവരാൽ ത്യജിക്കുവാൻ സാധിക്കാത്ത, രാജ്യലക്ഷ്മിയെ ത്യാഗം ചെയ്ത് ഏത് തൃപ്പാദങ്ങൾ വനം പ്രാപിച്ചുവോ, അതായത് ധർമ്മത്തിൽ സ്ഥിരബുദ്ധിയോടുകൂടിയ പുരുഷോത്തമൻ. ആ പുരുഷോത്തമൻ ആരാണ്? ധർമ്മത്തിൽ സ്ഥിരബുദ്ധിയോടുകൂടിയ പുരുഷോത്തമൻ ആരാണ്? ശ്രീരാമനാണ്. മറ്റുള്ളവരാൽ ത്യജിക്കപ്പെടാൻ സാധിക്കാത്ത, മറ്റുള്ളവർക്കൊന്നും സ്വന്തം ഭാര്യയെ ത്യജിക്കാൻ അത്ര എളുപ്പമല്ല. പക്ഷെ എന്നിട്ടും രാജ്യലക്ഷ്മിയെ ത്യാഗം ചെയ്ത് ഏത് തൃപ്പാദങ്ങൾ വനം പ്രാപിച്ചു, കാട്ടിൽ അരഞ്ഞിറങ്ങിയിട്ടുണ്ട്, ശ്രീരാമന് വനവാസത്തിന് പോയിട്ടുണ്ട്, ഭാര്യയെ ത്യജിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, പ്രാണതുല്യമായ സീതക്കായി മൃഗത്തെ അനുഗമിച്ചിട്ടുണ്ട്. സീത പറഞ്ഞപ്പോൾ, ആ പൊന്മാനെ പിടിക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പിന്നാലെ ഓടിയിട്ടുണ്ട്. ആ തൃപ്പാദ കമലത്തെ ഞാൻ വന്ദിക്കുന്നു, നമസ്കരിക്കുന്നു എന്ന് രാമകാലഘട്ടത്തിൽ സ്തുതിക്കുന്നു. ഹേ രാജാവേ, ഈ വിധം ശ്രേയസ്സിനായി ശ്രീഹരിയെ അതാത് യുഗങ്ങളിൽ അനുരൂപമായ നാമത്തിൽ ആ യുഗത്തിലെ മനുഷ്യർ പൂജിക്കുന്നു. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഓരോ യുഗത്തിലും അതാത് കാലത്തിന് യോജിച്ച നിലയിൽ ശ്രീഹരിയെ ആ യുഗങ്ങളിലെ മനുഷ്യർ പൂജിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വേദത്തിൽ ഇങ്ങനെയാണെങ്കിൽ വേറെ നാടുകളിൽ അവരവരുടേതായ രീതിയിൽ ശ്രീഹരിയെ ആരാധിക്കുന്നു. മുസ്ലിം രാഷ്ട്രങ്ങളിൽ അവർ അള്ളാന്നോ എന്തോ പറഞ്ഞുകൊണ്ട് അവർ ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ രാജ്യങ്ങളിൽ അതിന് യോജിച്ച് അവർ ആരാധിക്കുന്നു. ക്രിസ്ത്യാനികൾ അവരുടെ നാട്ടിൽ യഹോവ, യേശു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരുടെ രൂപത്തിൽ അവർ ആരാധിക്കുന്നു. നമ്മളും ഓരോ യുഗങ്ങളിലും ഓരോ തരത്തിലാണ് ആരാധിച്ചിരിക്കുന്നത്. ഇത്രയേ വ്യത്യാസമുള്ളൂ. എല്ലാം സംഗതി ആ പരമാത്മാവ് ഏകനായ ബ്രഹ്മം തന്നെയാണ്. ഏത് യുഗത്തിൽ നാമസങ്കീർത്തനം കൊണ്ട് പുരുഷാർത്ഥങ്ങളെല്ലാം ലഭിക്കുന്നുവോ ആ കലിയുഗത്തെ ശ്രേഷ്ഠന്മാർ പാടിപ്പോഴ്ത്തുന്നു. എന്നാൽ ഈ കലിയുഗത്തിൽ വെറുതെ നാമം ഉച്ചരിച്ചാൽ മാത്രം മതി. നിങ്ങൾ ചുമ്മാ അവിടെ ഇവിടെയൊന്നും ഓടേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. വെറുതെ നാമം ഉച്ചരിച്ച നാരായണ നാരായണ എന്ന് പറയുന്ന മാതിരി നാമം ഉച്ചരിച്ചാൽ മതി. നാരദൻ എന്ത് കർമ്മം ചെയ്യുമ്പോഴേക്കും നാരായണ നാരായണ മതി, ധാരാളം. അപ്പോൾ എന്ത് കിട്ടും? എല്ലാ പുരുഷാർത്ഥങ്ങളും ലഭിക്കും. ഏത് കാലത്തിൽ? കലിയുഗത്തിൽ. ഇനി എന്തിനാ വേണ്ടാതെ ഈ പാടെല്ലാം പെട്ടിട്ട് അവിടെ ഇവിടെയെല്ലാം അലഞ്ഞ് നടക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല.
നാരായണ നാരായണ, ഇത്ര മാത്രം മതി. അപ്പോഴെല്ലാ പുരുഷാർത്ഥങ്ങളും ലഭിക്കും. അതുകൊണ്ട് ആ കലിയുഗത്തെയാണ് ശ്രേഷ്ഠന്മാർ പാടിപ്പുകഴ്ത്തുന്നത്. അതുകൊണ്ട് ശ്രേഷ്ഠന്മാർ പാടിപ്പുകഴ്ത്തുകയാണ് കലിയുഗമാണ് ഏറ്റവും നല്ലത്. നമ്മളെ ആത്മീയ പ്രഭാഷണങ്ങളിൽ പറയുന്ന എന്താണ്? ഏറ്റവും മോശപ്പെട്ട യുഗം ഇതാണ്. നമ്മളിന്ന് പണ്ടത്തെ ആൾക്കാരെല്ലാം എത്ര നല്ലതായിരുന്നു, ഇപ്പം നമ്മൾ തൊലഞ്ഞവരാണ് എന്നാണ് പറയുന്നത്. അവിടെ ഭാഗവതം പറയുന്ന പണ്ടുള്ള നാട്ടിലെ ആൾക്കാരെല്ലാം സ്തുതിക്കുകയാണ് കലിയുഗത്തിലാണ്. എന്ത് ഭാവം ഉണ്ടെങ്കിലും നാരായണ നാരായണ എന്ന് വിളിച്ചാൽ മതി, തീർന്നു. എത്ര സിമ്പിൾ. വിളിക്കാൻ വന്നാൽ കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണ്, അത്രയേ വേണ്ടു. അല്ലാതെ വേറെ ഒരു പരിപാടി ചെലവുമില്ല. ഏത് നാമസങ്കീർത്തനം കൊണ്ട് മോക്ഷം പ്രാപിക്കുന്നുവോ, ജനന മരണത്തെ നശിപ്പിക്കുന്നുവോ, മോക്ഷം ലഭിക്കാനും നാരായണ നാരായണ എന്ന് വിളിച്ചാൽ മതി. തപസ് പോലും അനുഷ്ഠിക്കണ്ട. എന്തുകൊണ്ടാണ്? കലിയുഗം കഴിഞ്ഞാൽ പിന്നെ പ്രളയമാണ്. പിന്നെ നേരെ ബ്രഹ്മത്തിലേക്കാണ് പോകുക. പിന്നെ ജനിക്കാനുള്ള സമയമൊന്നുമില്ല. പിന്നെയും ജനിച്ച് മരിക്കണ്ടിരിക്കുന്നതാണ് യുഗം ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ. കലിയുഗാകുമ്പോഴേക്ക് പിന്നെ നേരെ പ്രളയമാണ്. പ്രളയം മുമ്പ് വരുമ്പോൾ എല്ലാത്തിനും എടുത്ത് ബ്രഹ്മത്തിൽ ലയിക്കുക. പട്ടിയായാലും പൂച്ചയായാലും ഏറ്റവും മോശമുള്ള ആളായാലും എല്ലാത്തിനെയും വലിച്ചു കെട്ടിയിട്ട് ബ്രഹ്മത്തിലേക്ക്, ബ്രഹ്മസാക്ഷാത്കാരം കലിയുഗത്തിൻ്റെ അവസാനത്തിൽ. അപ്പോൾ പിന്നെ ഇനിയിപ്പം നമുക്ക് മരിച്ചാൽ ജനിക്കാൻ സമയമൊന്നുമില്ല. പ്രളയം അടുത്തെത്തി. മൂന്നാം ലോകമായുധം, നല്ലൊരു സുന്ദരമായ ലോകം ഉണ്ടാകും കുറച്ചു കാലം, അത് കഴിഞ്ഞിട്ട് പ്രളയം. അപ്പം ഇനിയിപ്പം നമ്മൾ മരിച്ചിട്ട് ജനിക്കുക എന്ന് പറയുന്നത് നടക്കാൻ സാധ്യതയില്ല. ഇനി നമുക്ക് ബ്രഹ്മസാക്ഷാത്കാരമാണ്. എല്ലാ ആത്മാക്കളെയും വിളിച്ചുകൊണ്ട് അവിടെ കൊണ്ടിട്ട്. അതുകൊണ്ടാണ് നാരായണ എന്ന് വിളിച്ചാൽ തന്നെ മതി. വിളിച്ചിട്ടെങ്കിലും നമ്മളെ കൊണ്ടേ അവിടെ തട്ടും. അതുകൊണ്ട് ഏത് നാമസങ്കീർത്തനം കൊണ്ട് ലോകം മോക്ഷം ലഭിക്കുന്നുവോ, ജനന മരണത്തെ നശിപ്പിക്കുന്നു. ഇനി ജനന മരണമൊന്നുമില്ല നമുക്ക്. ഇനി മരിച്ചിട്ട് ജനിക്കാനില്ല. ഇനി പ്രളയമെല്ലാം കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് ആദ്യം തിരിച്ചു വരുമ്പോൾ കൃതയുഗം, ഗോത്ര കാലഘട്ടത്തിൽ വല്ല ഗുഹയിലാറ്റം ജനിച്ചിട്ട് പിന്നെ ആദ്യം തുടങ്ങും. അതുകൊണ്ട് നമ്മൾ ജനന മരണത്തെ നശിപ്പിക്കുന്നുവോ, ആ നാമജപത്തേക്കാൾ ചുറ്റി അറിയുന്ന ശരീരികൾക്ക് ശ്രേഷ്ഠമായത് വേറെയില്ല. ഇങ്ങനെ ചുറ്റി ജനിച്ച് മരിച്ച് ഇങ്ങനെ ചുറ്റി അലയുന്ന ശരീരങ്ങൾക്ക് വേറെ ഒരു മാർഗവുമില്ല. വെറുതെ ഈശ്വരനെ വിളിച്ചാൽ മതി. ഈശ്വര എന്ന് വിളിച്ചാൽ മതി. വേറെ ഏടും പോകണ്ട. പോകുന്നത് എന്തോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും പോകുന്നത് ഈശ്വരൻ്റെ അടുത്തേക്കല്ല. ദേവതകളെ, വെള്ളത്തിൻ്റെ അഗ്നിദേവത, വായുദേവത, ഇവരെല്ലാം എന്തെങ്കിലും കൊണ്ടുത്തരാം. അവരൊന്നും കൊണ്ടുത്തരൊന്നുമില്ല. ദാഹം ഉണ്ടെങ്കിൽ വെള്ളം എടുത്ത് കുടിച്ചോളുക. ചോറ് വെക്കണ്ടിക്ക് അഗ്നി എടുത്ത് അടുപ്പ് കത്തിച്ചോളുക, ചോറാക്കി തരും. അല്ലാതെ അഗ്നീനെ വിളിച്ച് നിലവിളിച്ചുകൊണ്ട് വിശപ്പ് തീരുമൊന്നുമില്ല. അർത്ഥങ്ങൾ ഭാഗവതം പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കി യാൽ ജീവിതം വളരെ സുന്ദരമാണ്. നമ്മൾ ഈ വേണ്ടാതെ ഗോഷ്ഠികളൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. 38-39 കൃതയുഗം പോലെയുള്ളതിലെ ജനങ്ങൾ, ഹൃദയുഗം തൊട്ടിട്ടുള്ള ജനങ്ങൾ, അതായത് അന്നത്തെ ഈ വേദവ്യാസന്റെ കാലഘട്ടത്തെ ജനങ്ങൾ പോലും ഇച്ഛിക്കുന്ന ഇതാണ് കലിയുഗം. കാരണം ചില സ്ഥലങ്ങളിലെ താമ്രപാണി നദിയും കൃമമാല നദിയും പയസ്വനി നദിയും കാവേരി നദിയും മഹാനദിയും ഒഴുകുന്നിടത്തെ ജനങ്ങൾ നാരായണ ഭക്തരായി ഭവിക്കും. ഇവിടെയെല്ലാം ജനിക്കുന്ന, അതായത് കാവേരി നദികളും പറഞ്ഞിട്ടുണ്ട്. അല്ലെ നമ്മളെ തോട്ടിൻ്റെ അടുത്ത് ജനിക്കുന്ന, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു തോടുണ്ടായിരുന്നു. ആ തോട്ടിൻ്റെ കരയിലാണ് ജനിച്ചത്. ആ തോടിൻ്റെ അടുത്ത് ജനിച്ച നമ്മളും നാരായണ ഭക്തരായിട്ട് ഭവിക്കും. കാരണം എന്തുകൊണ്ടാണ്? ഇനി ജീവിച്ചു കഴിയുമ്പോഴേക്ക് ജനന മരണത്തിനുള്ള സമയമില്ല, കഴിഞ്ഞുപോയി. അവസാനമാണ്. ഇനി പ്രളയമാണ്. എല്ലാവരെയും ബ്രഹ്മസാക്ഷാത്കാരമാണ്.
അപ്പം നമുക്കിനി പുനർജനനമില്ല. നമ്മൾ തീർന്നു, ഏകദേശം അവസാനത്തി, 3-ാം ലോകമഹായുദ്ധത്തിൽ കിടക്കുകയാണ്. അതുകൊണ്ട് ഈ കാലത്ത് നദികളെ ചില പേരാണ് പറഞ്ഞത്. കാവേരി നദി, പയസ്വിനി നദി, കൃതമാല നദി, താമ്രപാണി. ഈ നദികളുടെ ഇടക്കെല്ലാം ജനിച്ചവർ. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത തോടിൻ്റെ പേര് അന്ന് വേദവ്യാസന് പിടിയില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ചെറുതായത് കൊണ്ടോ വിട്ട് കളഞ്ഞതാണ്. യഥാർത്ഥത്തിൽ എൻ്റെ വീട്ടിൻ്റെ മുമ്പിലൂടെ ഒരു തോട് പോകുന്നു. തോടിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. വെണ്ടിക്ക് തളാപ്പ് തോട് എന്നോ എന്തോ പേര് പറയുക. ആ തോട്ടിലെ കരയിൽ ജനിച്ചവനും എന്താണ് നാരായണ ഭക്തരായി ഭവിക്കും. കാരണം എല്ലാവരും നാരായണ ഭക്തരാണ്. എന്തുകൊണ്ട്? ഇനി അവിടെ പോയി ലയിക്കും. ഏതു മനുഷ്യർ ഈ നദിയിൽ ജലം കുടിക്കുന്നുവോ അവൻ വാസുദേവ ഭക്തന്മാരായും നിർമ്മലന്മാരായിത്തീരും. നമ്മളെല്ലാം നിർമ്മലമായിട്ട് ആ തോട്ടിലെ വെള്ളം കുടിക്കും. തോട്ടിലെ വെള്ളം കുടിക്കണ്ട, ആ തോട്ടിൻ്റെ വെള്ളം തന്നെയാണ് കിണറ്റിൽ വരുന്നത്. കിണറ്റിൽ ഇന്നാണെങ്കിൽ പൈപ്പാണ്. ഏതല്ലോ കാവേരി നദിയിൽ നിന്നോ എവിടെ നിന്നല്ലോ പമ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ആ വെള്ളം കുടിച്ചാൽ മതി. ഏതൊരാൾ 41 ഏതൊരാൾ അഹങ്കാരം ധരിച്ച് ശരണാഗതനും മോക്ഷദായകനായ ഭഗവാനെ ശരണം പ്രാപിക്കുന്നു അവൻ ദേവൻ, ഋഷികൾ, ഭൂതങ്ങൾ, മനുഷ്യർ, പിതൃക്കൾ എന്നിവരുടെ കിങ്കരന്മാരായോ കടപ്പാടുള്ളവരായോ ആകുന്നില്ല. ആ ഈശ്വരനെ ഭജിച്ചാൽ പിന്നെ ദേവന്മാരെയും ഋഷികളെയും ഭൂതങ്ങളെയും മനുഷ്യരെയും പിതൃക്കളെ ഇവരെയൊന്നും ആരാധിക്കേണ്ട, അവരെ കിങ്കരന്മാരായിട്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരോട് ഒരു കടപ്പാടുമില്ല. ഋഷികളോട് പോലും ഒരു കടപ്പാടില്ല. ആ ഈശ്വരനെ ആരാധിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ തന്നെയാണ് ഈ ലോകത്തിലുള്ള എല്ലാം. കിങ്കരന്മാരായാലും പശുക്കളായാലും ഋഷികളായാലും ദേവന്മാരായാലും എല്ലാം ആ ബ്രഹ്മം തന്നെയാണ്. പിന്നെ അതിനെ ആരാധിച്ച ആ പരമേശ്വരനെ ആരാധിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരെ പിന്നാലെ ഒന്നും നടക്കണ്ട. രാജാക്കന്മാരെ അല്ലെ രാഷ്ട്രീയക്കാരുടെ പിന്നാലെ ഒന്നും നടക്കണ്ട. അതിലൊന്നും അർത്ഥമില്ല. അന്യദൈവങ്ങളിൽ മനസ്സ് വെക്കാതെ 42 തനിക്ക് പ്രിയങ്കരനായ തൃപ്പാദങ്ങളെ ശരണം പ്രാപിച്ച അന്യദേവങ്ങളുടെ പിന്നാലെ നടക്കാതെ തനിക്ക് പ്രിയങ്കരനായ തൃപ്പാദങ്ങളെ ശരണം പ്രാപിച്ചവൻ അവന് വല്ല നിഷിദ്ധ കർമ്മദോഷവും സംഭവിച്ചാലും നമുക്കെന്തെങ്കിലും തെറ്റുപറ്റിപ്പോയാലും പരമാത്മാവായ ശ്രീഹരിയെ അത് നശിപ്പിച്ചുകൊള്ളും. നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് വന്നാൽ അതെല്ലാം ശ്രീഹരി ഇല്ലാതായിക്കോളും. നമ്മൾ അതിനെപ്പറ്റി ഒന്നും ബോധർ ചെയ്യണ്ട. മറ്റ് ദൈവങ്ങളുടെ പിന്നാലെ പോകരുത്, പോകേണ്ട ആവശ്യമില്ല. ശ്രീഹരിയെ ഭജിച്ചാൽ മതി, നാരായണ നാരായണ എന്ന് വിളിച്ചാൽ മതി. ജീവിതത്തിൽ തെറ്റെല്ലാം വന്നു കഴിഞ്ഞാൽ അയ്യോ ഞാൻ തെറ്റ് ചെയ്ത് ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, പരിഹാരം ചെയ്യണം എന്നൊന്നും പറഞ്ഞ് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നാരായണൻ ഇല്ലാതായിക്കോളും, ഒരു പ്രശ്നമില്ല. തെറ്റ് വന്നാൽ അതെല്ലാം ശ്രീഹരി പൊടുത്തോളും. അതുകൊണ്ട് രാജാക്കന്മാരുടെ പേരിലോ ഋഷികളുടെ പിന്നാലോ മനുഷ്യരുടെ പിന്നാലോ രാഷ്ട്രീയക്കാരുടെ പിന്നാലെയോ പിതൃക്കളുടെ പിന്നാലെയോ മറ്റു ദൈവങ്ങളുടെ പിന്നാലെയോ ഒന്നും നടക്കണ്ട. നാരായണ നാരായണ മതി. തെറ്റ് പറ്റിയാലും ഓട്ടോമാറ്റിക്കായിട്ട് പൊറുത്തോളൂ. ഭാഗവതം ഇത്രയും സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ മറ്റു ചില മതങ്ങളെല്ലാം പറയാം മനുഷ്യർ പാപികളായിട്ടാണ് ജനിച്ചിരിക്കുന്നത്, പാപം തീർക്കാൻ വേണ്ടിയിട്ട് ഇന്നെല്ലാം ചെയ്തിരിക്കുക. ഒന്നും ചെയ്യണ്ട. എത്ര സിമ്പിളാണ് ഇവിടെ പറയുന്നതറിയാം. ഒരാളെ പിന്നാലെ നടക്കണ്ട. നാരായണ നാരായണ ഇത്ര മതി. ഇത് നാരദൻ പറയുന്നു. അപ്പം നാരദൻ്റെ ഉപദേശമാണ്. നാരദൻ പറയുകയാണ്, മിഥിലാധിപതിയെ ഇപ്രകാരം ഭാഗവത ധർമ്മങ്ങൾ കേട്ട് ആനന്ദിച്ചു. തുടർന്ന് ആ മുനികളെ ഉപാധ്യായന്മാരോടുകൂടി പൂജിച്ചു. നാരദൻ പറയുകയാണ്, അപ്പം ഈ വന്ന 9 പേരും
ഓരോരുത്തരായിട്ട് അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തു, നിമിക്ക്. അപ്പോൾ നാരദൻ പറയുകയാണ്, അങ്ങനെ നിമി ചക്രവർത്തി ഭാഗവത ധർമ്മം, ഇതാണ് ഭാഗവത ധർമ്മം പറഞ്ഞിപ്പം വ്യക്തമായിട്ട് പറഞ്ഞു തന്നിരിക്കുകയാണ്. ഇനി ഭാഗവതം കേൾക്കാനൊന്നും അവിടെ ഓടേണ്ട ആവശ്യമൊന്നുമില്ല. എന്തിന്? ഇത്രയേ ഉള്ളൂ, ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തേച്ചാൽ മതി. അദ്ദേഹം ആനന്ദിച്ചു. തുടർന്ന് ആ മുനികളെ ഉപാധ്യാന്മാരോടുകൂടി പൂജിച്ചു. ഇനി 41. അനന്തരം ആ സിദ്ധന്മാർ ജനങ്ങൾ നോക്കി നിൽക്കെ അപ്രത്യക്ഷരായി. വന്ന 9 പേരും അവിടുന്ന് അപ്രത്യക്ഷരായി. രാജാവ് ഭഗവത് ധർമ്മം പാലിച്ചുകൊണ്ട് മോക്ഷവും പ്രാപിച്ചു. രാജാവിനും മോക്ഷം ലഭിച്ചു. അതുകൊണ്ട് ഹേ രാജാവേ, അങ്ങും കേട്ട പ്രകാരം ഭാഗവതധർമ്മത്തെ നിഷ്കാമനായി ഫലേച്ഛ കൂടാതെ ഏകാഗ്രമായ ശ്രദ്ധയോടെ അനുഷ്ഠിച്ച് പരമാത്മാവിനെ പ്രാപിക്കുക. സർവേശ്വരനും സർവശക്തനുമായ 46 ശ്രീഹരി നിങ്ങളിൽ പുത്രഭാവേന പ്രാപിച്ചു. വസുദേവരോടാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. വേറൊരു കഥയെടുത്ത് വെച്ചുകൊണ്ട് പറഞ്ഞതാണ്, അത് ഓർമ്മ വരണം, പണ്ട് പറഞ്ഞത്. എന്നിട്ട് പറയുകയാണ്, ശ്രീഹരി നിങ്ങളിൽ പുത്രനായിട്ട് തന്നെ പുത്രന്മാരായിട്ട് ജനിച്ചിരിക്കുകയാണ്. പിന്നെ ഇതിലും വലിയ പുണ്യം കിട്ടാൻ ഇനി എന്താ വേണ്ടത്? ആ കാരണം കൊണ്ട് തന്നെ ദമ്പതികളായ നിങ്ങളുടെ യശസ് ഈ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങൾ പുത്രന്മാരായിട്ട് ജനിച്ചുകൊണ്ട് ഇനി പ്രത്യേകിച്ച് നിങ്ങൾക്ക് യശസ്സൊന്നും കിട്ടേണ്ട, ലോകം മുഴുവൻ വേദവ്യാസൻ ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. 47 ദർശനം, ആലിംഗനം, സംഭാഷണം, ശയനം, ആസനം ഇവകളാൽ ഈശ്വരനിൽ പുത്രേച്ഛയോടുകൂടി നിങ്ങളുടെ പുത്രനായി ജനിച്ചതുകൊണ്ട് ദർശനം, ആലിംഗനം, സംഭാഷണം, ശയനം ഇവയകളാൽ ഈശ്വരനിൽ പുത്രവാഞ്ഛയോടുകൂടി ഇരിക്കുന്ന നിങ്ങളുടെ ആത്മാവ് പരിശുദ്ധമായി കഴിഞ്ഞിരിക്കുകയാണ്. പുത്രവാഞ്ഛയോടുകൂടി എന്ന് പറഞ്ഞാൽ ഈ പുത്രന്മാരെ ഓർത്തുകൊണ്ട് തന്നെയാണ് നിങ്ങളിപ്പോൾ ജീവിതം എല്ലാം കളിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈശ്വരനെ ഓർത്തുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആ കുട്ടികളെല്ലാം ആളിച്ചെല്ലാം കൊണ്ട് തന്നെയാണ് ഇതുവരെ ജീവിതം കഴിച്ചിരിക്കുന്നത്. അതോടുകൂടി തന്നെ നിങ്ങൾ എന്തായിരിക്കുന്നതാണ്, മോക്ഷം പ്രാപിച്ചിരിക്കുകയാണ്. കാരണം ആ കുട്ടികളെ ലാളിക്ക് നിങ്ങൾ പ്രസവിക്കുകയും ചെയ്ത് വളർത്തുകയും ചെയ്ത് പാലത്തൊട്ടിലിട്ട് ആട്ടി മറ്റേത് ചെയ്ത് പാൽ കൊടുത്ത് എല്ലാം ചെയ്തിട്ട് ആ പുത്രന്മാരോടാണ് എപ്പോഴും ആ സ്നേഹത്തോടുകൂടി ആ ചിന്തയോടുകൂടിയാണ് നിങ്ങൾ ഇതുവരെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ആത്മാവ് എന്തായിരിക്കുന്നത്, മോക്ഷം പ്രാപിച്ചിരിക്കുന്നത്. ഇനി ഒരു ഉദാഹരണം പറയുകയാണ്. ശിശുപാലൻ, പൗണ്ഡ്രൻ 48, ശാൽവൻ എന്നിവർ വിരോധിച്ച ഭാവത്തോടുകൂടി, അവർക്ക് വിദ്വേഷമായിരുന്നു. ശിശുപാലനെല്ലാം ഈശ്വരനോടുള്ള ദേഷ്യമായിരുന്നു ഉണ്ടായിരുന്നു. വിദ്വേഷഭാവത്തോടുകൂടിയാണ് ശിശുപാലൻ, പൗണ്ഡ്രൻ, ശാൽവൻ എന്നിവർ വിരോധിച്ച ഭാവത്തോടു കൂടിയാണെങ്കിലും നടക്കുമ്പോഴും കളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഇവയിലെല്ലാം അദ്ദേഹത്തെയാണ് ധ്യാനിച്ചു കൊണ്ടിരുന്നത്. ധ്യാനിക്കുന്നത് എങ്ങനെയാണ്? ചിന്തിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെ അങ്ങേരെ ശരിയാക്കാമെന്നുള്ള ചിന്തയോടുകൂടിയാണ്. എന്തായാലും ചിന്ത അതിലായിരുന്നു. അതുകൊണ്ട് എന്ത് പറ്റി? ഭഗവാന്റെ സാരൂപ്യം പ്രാപിച്ചു. അവരെ കൊന്നപ്പോൾ ബ്രഹ്മത്തിൽ പോയി ലയിച്ചു. എതിർത്ത് തെറ്റായ നിലയിൽ ചിന്തിച്ചുകൊണ്ട് അവരെ ശത്രുവായിട്ട് കണ്ടുകൊണ്ട് എപ്പോഴും ഉറക്കത്തിൽ നടക്കുക എങ്ങനെ ആ അദ്ദേഹത്തെ ഇല്ലാതാക്കാമെന്ന ചിന്ത കൊണ്ടാണ് ജീവിച്ചതെങ്കിലും എപ്പോഴും സ്മരണയുള്ളത് കൊണ്ട് അവർ മോക്ഷം പ്രാപിച്ചു. പിന്നെ ഭക്തിയാൽ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ഭക്തിയോടുകൂടിയാണ് ഇവരെ പരിചരിക്കുകയെല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കിട്ടൂല എന്ന് പറയുന്നതിൽ എന്തിനാ ഇത്ര സംശയമെന്നാണ് ചോദിക്കുന്നത്. 49 പരമാത്മാവ് നാശമില്ലാത്തവനാണ്, സർവേശ്വരനാണ്, സർവരക്ഷകനാണ്.
മായയാൽ മനുഷ്യജന്മത്തെ പാലിച്ചവനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ശിശുവായി നിങ്ങൾ കാണരുത്. പരമാത്മാവിന് നാശമില്ല, സർവേശ്വരനാണ്, സർവരക്ഷകനാണ്. മായയായിട്ടാണ് ഈ മനുഷ്യരെ കുട്ടിയായിട്ട് ജനിച്ചിരിക്കുന്നത്, ബാലന്മാരായിട്ട്, ഇവരുടെ പുത്രന്മാരായിട്ട് ജനിച്ചിരിക്കുന്നത്. അവരെ പക്ഷെ നിങ്ങൾ കുട്ടിയായിട്ട് കാണരുത്. അതുപോലെ നമ്മളിൽ ജനിക്കുന്ന ഒരു കുട്ടിയും യഥാർത്ഥത്തിൽ അവൻ ഈശ്വരൻ തന്നെയാണ്. അതിനെ കുട്ടിയായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. അതിലാ ഈശ്വരൻ തന്നെയാണ് കുട്ടിയായിട്ട് ഇങ്ങനെ ജനിച്ചു വരുന്നതായിട്ടുള്ള അർത്ഥത്തിൽ അതിനെ എടുക്കുക. 50 ഭൂമിക്ക് ഭാരമായ അസുരന്മാരെയും ദുഷ്ടരാജാക്കന്മാരെയും വധിച്ചവനും സാധുജനങ്ങളുടെ രക്ഷകൻ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധുജനങ്ങളുടെ കഷ്ടപ്പാട് നീക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ കാലാകാലങ്ങളിൽ വന്നിട്ട് എന്താണ് ചെയ്യുക? ആ ദുഷ്ടരാജാക്കന്മാരെ, നമുക്ക് കഷ്ടപ്പാടുണ്ടാക്കുന്ന, നമ്മളെ ഭരിക്കുന്ന ഭരണാധികാരികളെ എന്തു ചെയ്യും? വധിച്ചിട്ട് നമ്മളെ രക്ഷിക്കും. സാധുജനങ്ങളുടെ രക്ഷകനും ദുഷ്ടരാജാക്കന്മാരെ വധിച്ചവനും. അല്ലാതെ ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ട് അതിനല്ല ഈശ്വരൻ്റെ ജോലി. ഈശ്വരൻ നിങ്ങൾക്ക് രാജാക്കന്മാരെ തരുന്നുണ്ട്, നിങ്ങളെ കാര്യം നോക്കി നടക്കാൻ. അവർക്ക് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ലെങ്കിൽ ആ കാലം വരുമ്പോൾ അവരെ എടുത്ത് ദൂരെ കളയും. എന്നിട്ട് കഴിവുള്ളവരെ അവിടെ വെച്ച് തരും. നിങ്ങൾക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, അധ്വാനിക്കുള്ള ശക്തിയും തന്നിട്ടുണ്ട്, അധ്വാനിച്ചോളുക. അതിനുള്ള അവസരങ്ങൾ ഭരണാധികാരികൾ ഉണ്ടായിക്കൊടുത്തുകൊള്ളുക. ഇതാണ് രക്ഷക്കുള്ള ഏക വഴി. അല്ലാതെ ഈശ്വരനെ ധ്യാനിച്ചിട്ട് ഒരു ചുക്കും കിട്ടില്ല. അങ്ങനെ സാധുജനങ്ങളുടെ രക്ഷകനും ഭൂമിക്ക് ഭാരമായ അസുരന്മാരെയും ദുഷ്ടരാജാക്കന്മാരെയും വധിച്ച ശേഷം സാധുജനങ്ങളെ രക്ഷകനും ആയി അവതരിച്ച ഭഗവാന്റെ കൃതി ലോകത്തിൻ്റെ മോക്ഷാർത്ഥം വിശദമായിട്ട് ഞാൻ വിവരിച്ചു തന്നു കഴിഞ്ഞു. ഇനി 51 ശ്രീ സുഗൻ പറയുകയാണ്, ഇത് കേട്ട് മഹാഭാഗ്യവാനായ വസുദേവനും ദേവകിയും ആശ്ചര്യത്തോടുകൂടി ആശ്ചര്യത്തോടു കൂടിയവരായിട്ട് തങ്ങളുടെ അജ്ഞാനത്തെ വെടിഞ്ഞു. അവർക്കുള്ള അജ്ഞാനം മാറിക്കിട്ടി. 52 ആര് ഈ പുണ്യമായ ഈ ചരിത്രത്തെ ഏകാചരിത്രമായി മനസ്സിൽ ധരിക്കുന്നുവോ അവൻ ഈ ജന്മത്തിൽ തന്നെ അജ്ഞാനം നശിച്ച് ബ്രഹ്മത്വം ലഭിക്കുവാൻ അർഹനായിത്തീരുന്നതാണ്. ഈ സത്യം ആര് മനസ്സിലാക്കുന്നുവോ അവർക്ക് ഈ ജന്മത്തിൽ തന്നെ ബ്രഹ്മസാക്ഷാത്കാരം കിട്ടും. ഈ അർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ മതി.